السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. പ്രിയമുള്ള സഹോദരന്മാരെ, ഇസ്ലാഹി പ്രവർത്തകരെ, സർവാധിനാഥനായ റബ്ബിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണേ എന്നാദ്യമായി ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. മാല മൗലീദുകൾ മദ്ഹുണ്ടോ ശിർക്കുണ്ടോ എന്നതാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള വിഷയം. മഹാന്മാരെ പ്രശംസിക്കുന്നതിനും അവരുടെ അപദാനങ്ങൾ വാഴ്ത്തി പറയുന്നതിനും വേണ്ടി മലയാള ഭാഷയിൽ ഇടക്കാലത്ത് രചിക്കപ്പെട്ട കൃതികൾക്കാണ് മാലകൾ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മുഹിയുദ്ദീൻ മാല, റിഫായി മാല, നഫീസത്ത് മാല പോലെയുള്ള മാലകളൊക്കെ സൂഫി ശൈഖന്മാരെ പ്രശംസിക്കുന്നതിനു വേണ്ടി മുരീദന്മാര് തയ്യാറാക്കിയിട്ടുള്ളവയാണ്. മൗലിദുകൾ എന്ന് പറഞ്ഞാൽ നബിമാരെയും അതുപോലുള്ള മഹാന്മാരെയും അല്ലെങ്കിൽ അതിനു താഴെയുള്ള ഔലിയാക്കളെയും സൂഫികളെയും ഒക്കെ പ്രശംസിക്കാൻ, അവരെ ജന്മദിനത്തോടനുബന്ധിച്ച് പാടി പറയാൻ വേണ്ടി അറബി ഭാഷയിൽ രചിക്കപ്പെട്ട കൃതികൾക്കാണ് മൗലിദുകൾ എന്ന് പറയുന്നത്. ഈ രണ്ട് നിർവചനങ്ങളും ഞാൻ പറഞ്ഞതല്ല. മാല മൗലീദ് കൊണ്ടാടി പുണ്യം നേടണം എന്ന് പറയുന്ന ആളുകൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. 313 വക മൗലിദ് കിതാബ്, 212 വക മൗലിദ് കിതാബ്, 145 വക, 53 വക, ഇങ്ങനെ പല കിതാബുകളും നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട്. മൗലിദുകളും മാലകളുമൊക്കെ പാടുന്നതും പാടിപ്പിക്കുന്നതും വലിയ പുണ്യകർമ്മമാണ് എന്നാണ് പണ്ട് കാലങ്ങളിലൊക്കെ വിവരമില്ലാത്ത മുസ്ലിം സാധാരണക്കാർ കേരളത്തിൽ വിശ്വസിച്ചിരുന്നത്. എശാ മഗ്രിബിന്റെ ഇടയിൽ ഒരു മങ്കൂസോ ഒരു മൊയ്യത്തിമാലയോ ചൊല്ലിയിട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചോറ് കിട്ടൂല. അങ്ങനത്തെ കാലമുണ്ടായിരുന്നു. എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആഗമനത്തോടുകൂടി പരിശുദ്ധ ഖുർആനാണ് നമ്മൾ പഠിക്കേണ്ടത്, പാരായണം ചെയ്യേണ്ടത് എന്ന ചിന്ത മുസ്ലിമീങ്ങളിൽ പ്രചരിപ്പിക്കുവാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് സാധിച്ചു. അതിന്റെ ഫലമായി ഒട്ടനവധി വീടുകളിൽ നിന്ന് മാലകളും മൗലീദുകളും അപ്രത്യക്ഷമായി. പക്ഷേ ഇബ്ലീസ് മുസ്ലിയാക്കന്മാർക്ക് നിക്കപ്പൊറുതി കൊടുക്കൂല, എങ്ങനെയെങ്കിലും അതൊന്ന് പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അവരെന്തു ചെയ്തു? റബീഉൽ അവ്വൽ മാസം 1 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ ഈ മൗലിദുകൾ ചെല്ലാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. പക്ഷേ ജനങ്ങൾ അതിനോടും മടുത്തപ്പോൾ മദ്രസകളിൽ വെച്ചും പള്ളികളിൽ വെച്ചും റബീഉൽ അവ്വൽ മാസത്തിൽ മുസ്ലിയാക്കന്മാരുടെ നേതൃത്വത്തിൽ സുന്നി മഹല്ലിലെ ഏതെങ്കിലും കുറച്ച് ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി അതിനെ ഇങ്ങനെ നിലനിർത്തി പോരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ മൗലിദും മാലയും നേർച്ചയാക്കാറുണ്ട്. എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ ആ അസുഖം മാറിക്കിട്ടിയാൽ ഞാനൊരു മുഹിയുദ്ദീൻ മാല ഇതാ നേർച്ചയാക്കുന്നു, അല്ലെങ്കിൽ ഒരു മങ്കൂസ് മൗലിദ് ഇതാ ഞാൻ നേർച്ചയാക്കുന്നു എന്ന് പറയുന്ന പതിവ് പണ്ടൊക്കെ മുസ്ലിങ്ങളിൽ ഉണ്ടായിരുന്നു. വിലപിടിപ്പുള്ള പല വസ്തുക്കളും കാണാതെ പോയാൽ ഈ വസ്തു തിരിച്ചു കിട്ടിയാൽ ഞാനൊരു മുഹിയുദ്ദീൻ മാല ഉസ്താദന്മാരെ വിളിച്ച് ചൊല്ലിക്കുന്നതാണ് എന്ന് പറയുന്ന സമ്പ്രദായവും ആദ്യകാലത്തുണ്ടായിരുന്നു. കാരണം ഖുർആൻ പോലെ പുണ്യമുള്ള ഗ്രന്ഥമാണിത് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. കാരണം മുഹിയുദ്ദീൻ മാലയിൽ തന്നെ പറയുന്നുണ്ട്, മൊഴിയൊന്നും കളയാതെ പിണയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. ഒരക്ഷരവും വിടാതെ മുഹിയുദ്ദീൻ മാല ആദ്യം മുതൽ അവസാനം വരെ ചൊല്ലിയാൽ അവർക്ക് സ്വർഗത്തിൽ കൊട്ടാരം കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വർഗത്തിൽ ഒരു ഇഞ്ച് സ്ഥലം കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ചൂടും സഹിച്ചുപടി ഇരിക്കുന്നത്. അവിടെ കൊട്ടാരം കിട്ടുന്നാ പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പോലും 30 ജുസ് നിങ്ങൾ വിടാതെ ഒരക്ഷരവും വിടാതെ ഓതിയാൽ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഇത് സ്വർഗത്തിൽ കൊട്ടാരം തരുമെന്നാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്.
ഇതുപോലെ പുണ്യങ്ങളുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിം സാധാരണക്കാരെ മഹാന്മാരുടെ മധുഹുകളാണിത്, ഇതുകൊണ്ട് പുണ്യം കിട്ടും, വിവാദത്താണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ച് അവരെ മധു പറയാൻ പ്രേരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ മുസ്ലിയാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ പ്രശംസിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞാൽ പുണ്യം കിട്ടും. പക്ഷേ ഇത് മഹാന്മാരെ പ്രശംസിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ മാലകളും മൗലീദുകളും ഒക്കെ രചിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് കള്ള ഹദീസുകൾ ഉദ്ധരിച്ചത് ന്യായീകരിക്കാണ്. ദിക്റുൽ അംബിയാഇ ഇബാദത്തുൻ വദിക്റുസ് സാലിഹീന കഫാറത്തും എന്നൊരു കള്ള ഹദീസ് ഇവർ ഉദ്ധരിക്കാറുണ്ട്. അംബിയാക്കളെ അനുസ്മരിക്കൽ ഇബാദത്താണ്, ഔലിയാക്കളെ അനുസ്മരിക്കൽ കഫാറത്താണ്. കഫാറത്ത് എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കുന്നു. ഫൈദുൽ ഖദീറിൽ മുനാവി തന്നെ സുയൂത്തിയുടെ ജാമിഉ സഗീറിന് വ്യാഖ്യാനം എഴുതവേ ഇത് കള്ള ഹദീസാണെന്നും ഇതിന്റെ റാവികളിൽ കള്ള ഹദീസ് ഉണ്ടാക്കുന്നവരുണ്ടെന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കള്ള ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മൗലിദുകളൊക്കെ സ്ഥാപിക്കുന്നത്. റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറയുന്ന ഹദീസുകൾ അത് ഉദ്ധരിക്കാൻ തന്നെ പാടില്ല എന്നാണ് അഹ്ലുസുന്നത്തിന്റെ നിയമം. പക്ഷേ അത് ഉദ്ധരിക്കുക മാത്രമല്ല, സഹിഹാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുസ്ലിം സാധാരണക്കാരെ ഇത്തരം വൃത്തികേടുകളിൽ പിടിച്ചു നിർത്താനാണ് മുസ്ലിയാക്കന്മാർ ശ്രമിക്കുന്നത്. ഒരു മതാചാരം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളോ അല്ലെങ്കിൽ ആദ്യ നൂറ്റാണ്ടുകളിലെ മുസ്ലിമീങ്ങളോ ഇങ്ങനെ മഹാന്മാരുടെ മധുഹുകൾ പ്രത്യേക ദിവസം നോക്കി ചൊല്ലുന്ന സമ്പ്രദായം, പാടിപ്പറയുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല എന്ന് ഈ മീലാദ് പ്രേമികൾ പോലും സമ്മതിച്ചിട്ടുണ്ട്. തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ തെക്കൻ കേരളത്തിലെ വലിയ വായിലായിരുന്നു. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ വായിലായിരുന്നു. സമസ്തക്കാർ അദ്ദേഹത്തെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ മവാഹിബുൽ ജലിയ എന്ന ബൈത്ത് കിതാബിൽ പറയുന്നത്, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ, എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. ഇങ്ങനെ ഗദ്യവും പദ്യവും സമ്മിശ്രമായി കലർത്തി റസൂലുള്ളാഹിന്റെ പേരിലും മഹാന്മാരുടെ പേരിലും ഒക്കെ മൗലിദ് കൊണ്ടാടുന്ന സമ്പ്രദായം, ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം, അതിന്റെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന സമ്പ്രദായം, ഇതൊന്നും ആദ്യത്തെ 3 നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ല എന്ന് സീറത്തുൽ ഹൽബി എന്ന കിതാബിൽ അതിന്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന് ഇമാം സഖാവിയെ ഉദ്ധരിച്ചുകൊണ്ട് തഴവ രേഖപ്പെടുത്തുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആദ്യത്തെ 3 നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങൾ ഖൈറു ഉമ്മത്തി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, എന്റെ സമുദായത്തിൽ ഏറ്റവും ഉത്തമൻ എന്റെ കൂടെ ജീവിച്ച സഹാബികളുടെ തലമുറ, പിന്നെ അതിനടുത്ത താബികളുടെ തലമുറ, പിന്നെ അതിനടുത്ത താബിയു താബികളുടെ തലമുറ. ഈ 3 തലമുറയിൽപ്പെട്ടവരും അത് ചെയ്തിട്ടില്ല എന്ന് മീലാദ് പ്രേമികൾ തന്നെ സമ്മതിക്കുകയാണ്. എന്ന് പറഞ്ഞ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെട്ട ഒരു പുത്തനാചാരമാകുന്നു ഈ മൗലിദ്. മാത്രമല്ല, ജന്മദിനത്തോടനുബന്ധിച്ച് ചൊല്ലാൻ വേണ്ടിയാണ് ഈ മൗലിദുകൾ തട്ടിക്കൂട്ടിയതെങ്കിലും ഇന്ന് എല്ലാ സ്ഥലത്തും ഇത് ചൊല്ലാണ്. ഒരാൾ പുതിയ വീടുണ്ടാക്കിയതിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു മൗലിദ്, ഒരാൾ മരിച്ചതിന് ശേഷം 3-ന്റെ അന്ന് കറി കൊടുക്കാൻ വേണ്ടി കണ്ണൂക്ക് എന്ന ദുരാചാരം ഉണ്ടാക്കുമ്പോൾ അവിടെയും മൗലിദ്. 7-നും 14-നും 40-നും ആണ്ടിനും അടിയന്തരത്തിനുമൊക്കെ മൗലിദാണ് ചൊല്ലുന്നത്. യഥാർത്ഥത്തിൽ മൗലിദ് എന്ന് പറഞ്ഞാൽ ജന്മദിനം അല്ലെങ്കിൽ ജന്മസമയം, ജന്മസ്ഥലം എന്നൊക്കെയാണ്. ജന്മസമയം ആഘോഷിക്കുന്ന സമ്പ്രദായം സഹാബത്തിനോ താബീകൾക്കോ ഉണ്ടായിരുന്നില്ല. ഇവർ പറയുന്നത് ഞങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണ്. ആരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത്? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബികളും ഏതൊരു മാർഗത്തിലാണോ നിലകൊള്ളുന്നത് ആ മാർഗത്തിൽ നിലകൊള്ളുന്നവരാകുന്നു യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. അല്പനേരം പരിപാടി നിർത്തിവെക്കേണ്ടി വന്നത് നമ്മുടെ എതിർ വിഭാഗത്തിലുള്ള ഖുറാഫികൾ ഇമാമിനെ സ്വാധീനിച്ച് നമ്മുടെ പരിപാടി നിർത്തിവെക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയതാണ്. പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ പരിപാടി നടത്താൻ നമുക്ക് അനുവാദം ലഭിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പും ഇവിടെ ക്ലാസ് നടത്താറുണ്ട്. ഇവിടുത്തെ ഗവൺമെന്റിനെ, അവിടുത്തെ ഔഖാഫിനുമൊക്കെ അറിയുന്ന കാര്യമാണിത്. ഈ വിഷയം ഇവർക്ക് എന്തുമാത്രം വിഷമമുണ്ടാക്കുമെന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചോളൂ.
ഇതിവിടെ പറഞ്ഞാൽ ഇവർക്ക് എന്താ വിഷമം? മുസ്ലിയാക്കന്മാർക്ക് എന്താ വിഷമം? മുസ്ലിയാക്കന്മാര് ജനങ്ങളെ പിഴിയുന്നത് ഈ മാലി മൗലിദും വെച്ചിട്ടാണ്. ഇതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഇത് നിന്നുപോയാൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ജനങ്ങൾ കേൾക്കരുത്, പാവപ്പെട്ട ജനങ്ങളെ വീണ്ടും പിഴിയണം, ഞെക്കി പിഴിയണം, പൈസ ഉണ്ടാക്കണം എന്ന ചിന്ത കൊണ്ടാണ് അവർ ഇത്തരം പരിപാടികൾക്ക് ഒടക്ക് വെക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പള്ളിയിൽ പരിപാടി നടത്തിയില്ല എന്നതുകൊണ്ടോ ഒരു സ്ഥലത്ത് അനുവദിക്കപ്പെട്ടില്ല എന്നുകൊണ്ട് ഈ സത്യത്തെ മൂടി വെക്കാൻ കഴിയില്ല. എത്ര കാലം ഇവർക്ക് ജനങ്ങളെ ഈ അസത്യത്തിൽ പിടിച്ചു നിർത്താൻ സാധിക്കും? അതുകൊണ്ട് സുഹൃത്തുക്കളെ, സത്യം ഇതാണെന്നതിന്റെ ഒരു തെളിവ് ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഈ വിഷയം പൂർത്തിയാകുമ്പോഴേക്കും നിങ്ങൾക്കതിന്റെ എന്തുകൊണ്ടാണ് ഇവർ ഈ തടയലിന് വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സ്വഹാബത്തോ താബികളോ താബികളോ കാണിച്ചിട്ടില്ലാത്ത പച്ചയായ ബിദ്അത്താണ്. ദീനിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെട്ട ബിദ്അത്താണിത്. ഈ മൗലിദാഘോഷവും ഈ മാലപ്പാട്ടുകളും ഒക്കെ മുസ്ലിം സമുദായത്തിന്റെ ഈമാനിനെ പോക്കറ്റടിക്കുന്ന, അവരിലേക്ക് ശിർക്കും കുഫറും കൊണ്ടുവന്നു കൊടുക്കുന്ന കിതാബുകളാണ്. അതാണ് വലിയ പുണ്യമെന്ന വിചാരത്തിൽ മുസ്ലിമീങ്ങളെ കൊണ്ട് ഇവർ ചൊല്ലുന്നതും ചൊല്ലിപ്പിക്കുന്നതും. അത് മനസ്സിലാക്കി കൊടുക്കുക എന്നത് തൗഹീദ് മനസ്സിലാക്കിയ ഒരു മുവഹിദിന്റെ ബാധ്യതയായി നമ്മൾ കാണുകയാണ്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കണമെന്ന് മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് അതിനെതിരിലുള്ള മുഴുവൻ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കേണ്ടി വന്നിട്ടുണ്ട്. അത് കേരളത്തിലായാലും ശരി, കേരളത്തിന് പുറത്തായാലും ശരി. ഇവിടെ ഈ ശിർക്കും ഖുറാഫാത്തും പ്രചരിപ്പിക്കുന്ന എത്ര പരിപാടികൾ ഇവർ നടത്തുന്നു? യാതൊരു അനുമതി പത്രവുമില്ലാതെ ഇവർ പ്രസംഗിക്കുന്നില്ലേ ഇവിടെ? നമ്മളത് തടയാൻ പോയിട്ടുണ്ടോ? നമ്മളത് പാരമ്പര്യമല്ലാതെ, പ്രത്യേകിച്ചും അന്യനാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോരുത്തരും അവനവന്റെ ആശയങ്ങൾ സ്വതന്ത്രമായി പ്രചരിപ്പിക്കുകയല്ലാതെ മറ്റുള്ളവർ ആശയം പ്രചരിപ്പിക്കുന്നതിന് കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാൽ അതിന്റെ ദോഷം അവർ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് ബിദ്അത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്ത അഥവാ നമ്മുടെ കാലത്തില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ദീനിൽ പുതുതായി പ്രവർത്തിച്ചാൽ ഫഹുവ റദ്ദുൻ, അത് അസ്വീകാര്യമാണ്, അല്ലാഹു സ്വീകരിക്കുന്നതല്ല. കാരണം എന്താണ്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, വഹ്യാകുന്ന എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കിയിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ മതമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ഹജ്ജിൽ അല്ലാഹു ഇറക്കിയ ആയത്താണത്. ഇനി ഈ ദീനിലൊന്നും കൂട്ടിച്ചേർക്കാനോ ഇതെന്തെങ്കിലും വെട്ടിച്ചുരുക്കുവാനോ ആർക്കും അവകാശമില്ല. അയാൾ എത്ര വലിയ പണ്ഡിതനാകട്ടെ, എത്ര വലിയ കിതാബോധിയാളാകട്ടെ, എത്ര വലിയ ഷെയ്ഖാകട്ടെ, ദീനിലൊന്നും കടത്തിക്കൂട്ടാൻ ആർക്കും തന്നെ അവകാശമില്ല. അങ്ങനെ വല്ലതും കടത്തിക്കൂട്ടിയാൽ അല്ലാഹു ഇത് സ്വീകരിക്കുന്നതല്ല. മാത്രമല്ല നമ്മുടെ തൗബ പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല. നമ്മൾ ബിദ്അത്ത് ചെയ്താൽ ഇന്നല്ലാഹ യഹ്തജറ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു. ഒരു ബിദ്അത്ത് ചെയ്യുന്നവൻ അവന്റെ ബിദ്അത്ത് ഉപേക്ഷിക്കുന്നത് വരെ അവന്റെ തൗബ അല്ലാഹു തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ലിയാ അൽ മുഖദ്ദസി അദ്ദേഹത്തിന്റെ അഹാദീസുൽ മുഖ്താറയിലും ഇമാം തബറാനിയും മറ്റും ഉദ്ധരിച്ച ഹദീസാണിത്. അതിൽ പറഞ്ഞ എന്താണ്? അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചവനെ എന്നോട് പൊറുക്കണേ, അതൂബയിലേക്ക് ഞാൻ ഇതിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100ഓളം തവണ ഇസ്തിഗ്ഫാറും തൗബയും നടത്തിയത് ഹദീസിൽ വന്നിട്ടുണ്ട്. അതിനെ പിൻപറ്റിക്കൊണ്ട് നമ്മളും അത് പറയും. പക്ഷെ അത് സ്വീകരിക്കണമെങ്കിൽ സുന്നത്തുകളെ പിൻപറ്റുകയും ബിദ്അത്തുകളെ പാടെ കൈയൊഴിക്കുകയും വേണം. ബിദ്അത്തുകൾ ചെയ്താൽ ഒരിക്കലും തന്നെ അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ടാണ് മുജാഹിദുകൾ മൗലിദ് ആഘോഷിക്കാത്തത്. മൗലിദാഘോഷത്തിന്റെ പേരിൽ കെട്ടിക്കിട്ടുവാക്കിയിട്ടുള്ള ഈ മൗലിദുകൾ അതിലെത്രയോ ശിർക്കും കുഫറും കള്ളക്കഥകളുമാണുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മദ്ഹാണ്, പ്രശംസയാണ്, നബിയെ പുകഴ്ത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നത് മുഴുവനും കള്ളക്കഥകളാണ്. അത് മുഴുവൻ പറയാൻ ഇവിടെ സമയമില്ല. ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച അബദ്ധം എന്തോ അത് മുസ്ലിമീങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാ തുത്രൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം ഇന്നമാ നഅബ്ദുഹു ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു. ഈസ ഇബ്നു മറിയമിനെ നസാറാക്കൾ അമിതമായി പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കരുത്. ഞാൻ അല്ലാഹുവിന്റെ അടിമയും അവന്റെ ദൂതനും മാത്രമാകുന്നു. അല്ലാഹുവിന്റെ അടിമയും അവന്റെ ദൂതനും എന്ന് മാത്രമേ നിങ്ങൾ എന്നെ കുറിച്ച് പറയാവൂ എന്ന് അല്ലാഹു റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചത് എന്താണ്? ഈസാ നബിയോടുള്ള സ്നേഹം അതിര് കവിഞ്ഞു. അദ്ദേഹത്തെ ദൈവപുത്രനാക്കി അവർ പ്രഖ്യാപിച്ചു. ഇബ്നുല്ലാഹ്, അദ്ദേഹത്തെ ആരാധിക്കാൻ തുടങ്ങി. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്നും ഒന്നാണെന്ന സിദ്ധാന്തം അവരുണ്ടാക്കി. ഇത് തന്റെ സമുദായത്തിൽ സംഭവിക്കാതിരിക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞത്. പക്ഷേ മാലപ്പാട്ടുകളും മൗലിദുകളും നമ്മൾ എടുത്തു നോക്കിയാൽ റസൂലുള്ളാഹിനെ പ്രശംസിച്ച് അല്ലാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയത് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും.
കള്ളക്കഥകൾ കൊണ്ട് നിറഞ്ഞ മൗലിദ് കിതാബുകളെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തണമെങ്കിൽ മണിക്കൂറുകൾ ഞാൻ പ്രസംഗിക്കണം. അതുകൊണ്ട് ചില സാമ്പിളുകൾ മാത്രം പറയാനാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. ജാല മുഹമ്മദ് എന്ന പേരിൽ ഒരു മൗലിദ് ഉണ്ട്. മുഹമ്മദ് നബിയെ ഉണ്ടാക്കിയെന്ന അതിന്റെ അർത്ഥം. അതിൽ തുടങ്ങുന്നത് തന്നെ അൽഹംദുലില്ലാഹില്ലദീ ജഅല മുഹമ്മദൻ സബബ കുല്ലി മൗജൂദ്. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെയും ഉണ്ടാക്കാനുള്ള കാരണമായി മുഹമ്മദ് നബിയെ പടച്ച അള്ളാഹുവിന് സ്തുതി. അപ്പൊ ഈ ലോകത്തെ മുഴുവൻ ചരാചരങ്ങളെയും ഉണ്ടാക്കാനുള്ള കാരണം മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബി ഉണ്ടാക്കിയോണ്ട് പിന്നെ മറ്റുള്ളതൊക്കെ ഉണ്ടാക്കാൻ അള്ളാഹു നിർബന്ധിതനായതാണ് എന്ന ഒരു പച്ച കള്ളത്തോടു കൂടിയാണ് ഈ ജാല മുഹമ്മദ് മൗലീദ് ആരംഭിക്കുന്നത്. എന്നിട്ട് അതിൽ പറയുന്നത് കേട്ടോളൂ. മുഅ്ജിസത്തു യദിഹി, റസൂലുള്ളാഹിന്റെ കയ്യിന്റെ മുഅ്ജിസത്തിൽപ്പെട്ടതാണ് ഹൈസു റമാ മിന തുറാബ്. അദ്ദേഹം ബദർ യുദ്ധ ദിവസത്തിൽ ഒരു പിടി വെണ്ണെടുത്തിട്ട് ഖുറൈശികളുടെ നേരെ എറിഞ്ഞു. ഷാഹത്തിൽ വുജൂഹ് എന്ന് പറഞ്ഞുകൊണ്ട്. ഫഉഅമിയ അബ്സാറുഹും, അപ്പോൾ അവർക്കെല്ലാം കാഴ്ച നഷ്ടപ്പെട്ടു. വൻഹസമ 12,000 റജുലിൻ മിനൽ കുഫാരി യൗമ ബദർ, 12,000 വരുന്ന കാഫിറുകൾ അവിടെ നിന്ന് തോറ്റോടി. ബദറിൽ എത്ര കുഫാറുകളാ പങ്കെടുത്തത്? 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് കൂടി അറിയാം. 313 സഹാബികളും നബിയും ഇപ്പുറത്തും, 1000 വരുന്ന കുഫാറുകൾ അപ്പുറത്തും. പക്ഷെ ജാല മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് 12,000. അപ്പൊ ബദർ യുദ്ധത്തിൽ എത്ര ആളാ പങ്കെടുത്തു എന്ന് കൂടി അറിയാത്ത പടുജായിലാണ് ഈ ജാല മുഹമ്മദ് മൗലീദ് ഉണ്ടാക്കിയിരിക്കുന്നത്. പുണ്യം എന്ന് വിചാരിച്ച ആളുകൾ ചൊല്ലി പറയുന്ന ഒരു മൗലീദിലൊരു കഥയാണത്. 12,000 പേര് പങ്കെടുത്തു എന്ന് മാത്രമല്ല, അവരൊക്കെ കണ്ണുപൊട്ടി. അന്ന് ബദർ പങ്കെടുത്ത എത്ര ആളുകൾ പിൽക്കാലത്ത് മുസ്ലിമായിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഓലൊക്കെ തപ്പിത്തടഞ്ഞ് വടിയും കുത്തിയല്ല വന്നത്. ആരാ അവർക്കൊക്കെ കണ്ണ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്? ആ സമയത്ത് അവർക്ക് കാണാത്ത വിധം അവരെ കണ്ണുകളിൽ ഈ ഏറ് പതിപ്പിച്ചത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വമാ റമൈത ഇദ് റമൈത വലാകിന്ന അല്ലാഹു റമാ. നീ എറിഞ്ഞപ്പോൾ മുഹമ്മദ് യഥാർത്ഥത്തിൽ നീയല്ല എറിഞ്ഞത്, അല്ലാഹുവാണ് എറിഞ്ഞത്. എറിയുക എന്ന പണി മാത്രമേ അല്ലാഹുവിന്റെ റസൂൽ എടുത്തിട്ടുള്ളൂ. അത് കണ്ണുകളിൽ പതിപ്പിച്ചത് അല്ലാഹുവിന്റെ കഴിവാണ്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർക്ക് അല്ലാഹു വിട്ടുകൊടുത്ത കഴിവല്ല. പ്രവാചകന്മാരിലൂടെ അല്ലാഹു പ്രകടിപ്പിക്കുന്ന മുഅ്ജിസത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഈ സത്യം പോലും വിസ്മരിച്ചുകൊണ്ടാണ് ഇയാൾ ഇത് എഴുതിയിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ പറഞ്ഞത് നബിയാണ് എല്ലാത്തിനും കാരണം എന്നല്ലേ. നാം മൊയ്യദ്ദീൻ മൗലവി പറയുന്നതോ വമിൻ വിലായതിഹി ഖാല ലില്ലാഹു ലഹു ലൗലാക ലം തുജദിൽ ലക്വാനു മിൻ അദമി. കണ്ടോ, മൊയ്യദ്ദീൻ ശൈഖിനോട് അല്ലാഹു പറഞ്ഞു എന്നാണ്. അദ്ദേഹത്തിന്റെ വിലായത്തിൽപ്പെട്ടതാണ്, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തെ ഞാൻ ഇല്ലായ്മയിൽ നിന്നും പടക്കുമായിരുന്നില്ല. അപ്പൊ എല്ലാരെയും പടക്കാൻ കാരണക്കാരപ്പ ആരാണ്? മൊയ്യദ്ദീൻ ശൈഖാണ്. കണ്ടോ, ജാല മുഹമ്മദുകാരനും മങ്കൂസുകാരനും പറയുന്നു നബിയാണ്. മൊയ്യദ്ദീൻ മൗലൂദുകാരൻ പറഞ്ഞു മൊയ്യദ്ദീൻ ശൈഖാണ്. ഏതാ നമ്മൾ വിശ്വസിക്കേണ്ടത്? അതാണ് വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആനല്ലാത്ത ഈ കിതാബുകളിൽ വൈരുദ്ധ്യങ്ങൾ ധാരാളം ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ കിതാബിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇനി ഫാത്തിമ മൗലീദിൽ ഒരു കഥ ഉണ്ട്. ഷിയാക്കൾ ഉണ്ടാക്കിയതാ, കൊണ്ടു നടക്കുന്നത് വരാം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പേരും പറഞ്ഞിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഷിയ വിശ്വാസങ്ങളാണ്. എന്താ അതിൽ പറഞ്ഞ കാര്യങ്ങള്? മിഅ്റാജിൽ അള്ളാഹുവിന്റെ റസൂൽ ആകാശാരോഹണം നടത്തി. അപ്പൊ സ്വർഗം കാണിച്ചു കൊടുത്തു. അവിടെ സ്വർഗത്തിൽ ഖദീജ ബീവിക്കുള്ളൊരു ഭവനം കാണിച്ചു കൊടുത്തു. കഥയിൽ പറയുന്ന കേട്ടോ. ആ ഭവനൊക്കെ കണ്ടിങ്ങനെ ഇറങ്ങുമ്പോൾ അതിന്റെ മുറ്റത്തുണ്ട് ഒരു ആപ്പിൾ മരം. ഒരാപ്പിൾ എടുത്തിട്ട് മുഹമ്മദ് നബിക്ക് തിന്നാൻ കൊടുത്തു ജിബ്രീൽ. നിങ്ങൾ ആപ്പിൾ തിന്നോളി, നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു. അങ്ങനെ അദ്ദേഹം ആ ആപ്പിൾ തിന്നു. ആപ്പിൾ തിന്നിട്ട് ഖദീജ ബീവിയുമായി നാട്ടിൽ വന്ന് ബന്ധപ്പെട്ട് ജീവിച്ചു. അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് ഫാത്തിമ ബീവി. എന്നിട്ട് പറയുന്നോളൂ, ഫലമ്മാ ഹമലത്ത് ഖദീജത്തു ബിഫാത്തിമത വജദത്ത് റായിഹത്തൽ ജന്നത 9 അശ്ഹുരിൻ. കണ്ടോ, ഫാത്തിമ ബീവിനെ ഗർഭം ധരിച്ച 9 മാസത്തിലും ഖദീജ ബീവിക്ക് സ്വർഗത്തിന്റെ മണം ഉണ്ടായിരുന്നു. കണ്ടാ, സ്വർഗത്തിന് ആപ്പിളുണ്ടായ കുട്ടിയാ വയറ്റില്, അതുകൊണ്ട് സ്വർഗത്തിന്റെ മണം ഉണ്ടായിരുന്നു. ഫലമ്മാ വളഅത്ഹാ ഇൻതഖലത്തി റായിഹത്തു ഇലൈഹാ. പ്രസവിച്ച ശേഷം പിന്നെ ഖദീജ ബീവിനെ മണല്ല, അത് ഫാത്തിമ ബീവിയിലേക്ക് നീങ്ങി സ്വർഗത്തിന്റെ മണം. ഫകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദഷ്താഖ ഇലൽ ജന്നത്തി ഖബ്ബലഹാ. സ്വർഗം കൊള്ളേ റസൂലുള്ളാഹിക്ക് ആഗ്രഹമുണ്ടായ ഫാത്തിമ ബീവിയെ പിടിച്ച് ചുംബിക്കുമായിരുന്നു. അങ്ങനെ ഫാത്തിമ ബീവി സ്വർഗത്തിൽ ആപ്പിളുണ്ടായ കുട്ടിയാണ്, സ്വർഗത്തിന്റെ മണമുണ്ടായിരുന്നവർക്ക്. പിന്നെ പറയുന്നത് കേട്ടോ, വവുലിദത്ത് ഫാത്തിമത്തു ഖബല നുബുവത്തി ബി 5 സിനീൻ. നുബുവത്ത് കിട്ടുന്നതിന്റെ 5 കൊല്ലം മുമ്പാണ് ഫാത്തിമ ബീവിനെ പ്രസവിച്ചത്. നബി ആപ്പിള് നിന്നത് 51ാമത്തെ വയസ്സിൽ, ഫാത്തിമ ബീവി ജനിക്കണത് 35ാം വയസ്സിൽ. അപ്പൊ 51ാം വയസ്സിൽ ആപ്പിള് നിന്നിട്ട് 35ാം വയസ്സിൽ കുട്ടി ഉണ്ടായി. കറാമത്ത് തല തിരിഞ്ഞു നോക്കിങ്ങള്. അതാണ് പൊട്ടന്മാരെ എഴുതിയാൽ ഇങ്ങനെ ഉണ്ടാവും ഈ തരത്തിലുള്ള. മാത്രമല്ല അതിന് വേറൊന്ന് പറയുന്നുണ്ട്, അതിലൊരു ജവാബിന്റെ വരിയുണ്ട്. ഞാൻ അങ്ങനെയൊന്നും പറയാൻ വിചാരിച്ചല്ല, ഈ ഖുറാഫികൾ തടഞ്ഞോണ്ട് പറയാ. അല്ലാഹു തആല വ തആല വ തആല അല്ലാഹു തആല ബിലിലാ ഫാത്തിമ ബീവി
അള്ളാഹു ഉന്നതനായിരിക്കുന്നു ഉന്നതനായിരിക്കുന്നു ഫാത്തിമ ബീവിന്റെ പൊരുത്തം കൊണ്ട്. ഫാത്തിമ ബീവിന്റെ പൊരുത്തല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഉന്നതനാകാൻ പറ്റുമോ? കണ്ട നിങ്ങൾ, ഇതൊക്കെ എഴുതി വെച്ച ശിയായിസമാണ് ഇവരാളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പുണ്യ കിതാബാണെന്നും പറഞ്ഞിട്ട് നല്ല മുസല്ലൊക്കെ വിരിച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെച്ച് കോയും, മലപ്പുറം ഭാഷി പറഞ്ഞ കായും കോയും എന്നാ പറയാ, നല്ലോം കാശും പിന്നെ കോഴി സദ്യയും കൊടുത്തിട്ട് ചെല്ലിക്കണ സാധനമാണ് സുഹൃത്തുക്കളെ. മാത്രമല്ല അതിൽ തന്നെ വേറൊന്ന് പറയുന്നുണ്ട്, ജിബ്രീല് ഒരു സ്വർണ്ണ കൊട്ടാരത്തിലേക്ക് ആദം നബിനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ മരതകം കൊണ്ടുള്ള ഒരു കട്ടിലുണ്ട്. ആ കട്ടിലും മേലൊരു കുബ്ബുണ്ട്. ആ കുബ്ബമ്മേലൊരു ചിത്രമുണ്ട്. ചിത്രം ആരുതാന്നറിയോ? ഫാത്തിമ ബീവിയുടെയാണ്. ഫാത്തിമത്ത് ബിന്ത് മുഹമ്മദ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ കുബ്ബമ്മ. അപ്പൊ ഒരു പെണ്ണിന്റെ ഫോട്ടോ കണ്ടു. ആ ഫോട്ടോന്റെ അഴക് കണ്ടിട്ട് ആദം നബി ഒപ്പമുള്ള ഹവ്വാ ബീവിന്റെ സൗന്ദര്യം മറന്നുപോയി എന്നാണ് കിതാബിൽ എഴുതിച്ചിരിക്കണേ. ഒരു മുസ്ലിയാരെ പറ്റിയല്ല എഴുതണത്, ആദം നബിനെ പറ്റിയാ എഴുതണത്. കൂടല്ല ഭാര്യന്റെ സൗന്ദര്യം മറന്നുപോയി ഈ ഫോട്ടോ കണ്ടിട്ട്. ഫാത്തിമ ബീവി എന്ന് പറയുമ്പോ നമ്മളെ എന്താ വിചാരിക്കുക? നല്ലോണം മുഖമക്കനിട്ട് മുന്നിലും കൂടി ഉർക്കന്റെ ഇതൊക്കെ താത്തിട്ടിട്ട് ഒരു ഇങ്ങനെ രൂപം ഇങ്ങനെ കാണാനാ. ഇതങ്ങനെയല്ല, നമ്മളെ മാതാ അമൃതാനന്ദമായി ഇരിക്കണമായിരിക്കണേ. തലയിൽ ഒരു കിരീടമുണ്ട്, രണ്ട് കാതിലും നല്ല കമ്മലുണ്ട്, സ്റ്റാർ മാലുണ്ട്, ഇങ്ങനെ തേജസ്വിയായിരിക്കുകയാണ്. അപ്പോ ഇയാൾ ചോദിച്ചു, ജിബ്രീൽ ചോദിച്ചു, ആളെ മനസ്സിലായോ? അതിനും എനിക്ക് മനസ്സിലായില്ല. ഇതാണ് നിങ്ങളെ പേരക്കുട്ടിയായി വരാൻ പോകുന്ന മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമ. ആഹാ, ആ കിരീടം മനസ്സിലായോ? ഇല്ല, അതാണ് മുഹമ്മദ് നബി. ആഹാ, ആ മാല മനസ്സിലായോ? ഇല്ല, അതാണ് അലി. ആഹാ, ആ രണ്ട് കമ്മൽ മനസ്സിലായില്ല, അതാണ് ഹസനും ഹുസൈനും. അപ്പൊ ഹസനെയും ഹുസൈനെയും കഴുത്തിലിട്ട് കാതിലിട്ട് അലിയെ കഴുത്തിലിട്ട് കിരീടം വെച്ചിട്ട് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഈ രൂപത്തില് എന്ത് ചെയ്യുന്നു ഇവര്? സുഖമായിട്ട് ആദം നബിയുടെ പേരിലും ഒരു കള്ളക്കഥ വെച്ച് ചാർത്തിയിരിക്കണം. ഇതൊക്കെ ഷിയാക്കൾ ഉണ്ടാക്കി വിട്ടതാ സുഹൃത്തുക്കളെ. വേറൊരു കഥ ഉണ്ട് സിദ്ദീഖ് മൗലീദില്. അബൂബക്കർ സിദ്ദീഖിന്റെ പേരിൽ ഒരിക്കൽ ഒരു പെണ്ണ് അൻസാരികളിൽപ്പെട്ട സഹാബീവന്റെ സ്വപ്നം കണ്ടു. തന്റെ വീട്ടിലുള്ള ഈത്തപ്പന തന്റെ വീട്ടിന്റെ മുകളിൽ വീണതായിട്ട്. നേരെ റസൂലുള്ളാഹിന്റെ തോളിൽ ചെന്നു, ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടല്ലോ, എന്താണ് റസൂൽ അതിന്റെ പൊരുള്? പെണ്ണെ, അന്റെ പുതിയാപ്പിളഞ്ഞ് തിരിച്ചു വരൂല, ഖിയാമത്ത് നാൾ വരെ മൂപ്പരിഞ്ഞ് അന്നേറ്റ് യോജിക്കൂല. കാരണം ആ മൂപ്പര് സഫറിലാണ്. അതും ഈ പെണ്ണ് വന്ന് പറഞ്ഞു ഭർത്താവ് നാട്ടിലില്ലേനും. ഇത് കേട്ടോടുകൂടെ ഈ പെണ്ണ് കരഞ്ഞോണ്ട് ഇങ്ങനെ പോവാണ്. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖിനെ വൈക്കെന്ന് കാണുന്നത്. എന്താ പെണ്ണെ കരയണത്? ഞാൻ ഇപ്പോ സംഭവിച്ചതൊക്കെ പറഞ്ഞ് നബി ഇങ്ങനെയാണ് പറഞ്ഞത്. ഞാനല്ല, നബി പറഞ്ഞല്ല, എന്റെ ഭർത്താവ് നാട്ടിലില്ല, ഈന്തപ്പന വീണത് ഞാൻ കണ്ടിരിക്കുന്നു കിനാവ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് നബി പറഞ്ഞൊന്നും മൂപ്പർക്ക് അറിയില്ലോ. മൂപ്പർ എന്ത് പറഞ്ഞു കൊടുത്തു? നിന്റെ ഭർത്താവ് ഇന്ന് രാത്രി തന്നെ തിരിച്ചു എത്തും. പെണ്ണ ആകെ ആശയക്കുഴപ്പത്തിലായല്ലോ. അള്ളാന്റെ റസൂൽ പറഞ്ഞ് വരൂലാൻ. അബൂബക്കർ സിദ്ദീഖ് ഭർത്താവ് ഇന്ന് തന്നെ വരും. പെണ്ണിങ്ങനെ രാത്രി കിടന്നപ്പോൾ അതാ വാതിൽ മുട്ടുന്നു. തുറന്നു നോക്കുമ്പോ ഭർത്താവ്. എന്തൊരത്ഭുതം! നേരെ റസൂലുള്ളാന്റെ അടുത്ത് പോയി, അള്ളാന്റെ റസൂൽ നിങ്ങളല്ലേ പറഞ്ഞ എന്റെ ഭർത്താവ് വരൂല? വന്നല്ലോ. അപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ നബി ആശയക്കുഴപ്പത്തിലായല്ലോ. അപ്പൊ ജിബ്രീൽ അതാ വരുന്നു. യാ മുഹമ്മദ് അല്ലദീ ഖുൽതഹു ഹുവൽ ഹഖ്. മുഹമ്മദേ, നീ പറഞ്ഞു തന്നെയാണ് സത്യം. പക്ഷേ അവളുടെ ഭർത്താവ് ഇന്ന് വരുമെന്ന് നമ്മുടെ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞപ്പോൾ ഇസ്തഹയല്ലാഹു അൻ യജ്രി അലാ ലിസാനിഹിൽ കദിബ്. അദ്ദേഹത്തിന് അബൂബക്കർ സിദ്ദീഖിന്റെ നാവിലൂടെ കളവ് വരുന്നതിനെ അള്ളാഹു ലജ്ജിച്ചു. മുഹമ്മദ് നബിന്റെ നാവിലൂടെ കളവ് വന്ന പ്രശ്നമൊന്നുമില്ല. കാരണം അദ്ദേഹം സിദ്ദീഖും ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും സിദ്ദീഖാണ്. മുഹമ്മദ് നബിയോ നോക്കിക്കളി, അബൂബക്കർ സിദ്ദീഖിനെ പൊന്തിക്കാൻ വേണ്ടി ആരെ താത്തിയത്? മുഹമ്മദ് നബിനെ. കണ്ടോ? ഈ രൂപത്തിലാണ് കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ നഫീസത്ത് മൗലീദിൽ ഒരു കഥ ഉണ്ട്. ഒരു വൃദ്ധയും 4 മക്കളും അങ്ങാടി പോയി പഞ്ഞി വാങ്ങിക്കൊണ്ടുവന്നത് നൂലാക്കി ജീവിക്കണ തള്ളയും മക്കളുമാണ്. അപ്പൊ അങ്ങാടി പോകും, പഞ്ഞി വാങ്ങും, എന്നിട്ട് അത് നൂലാക്കിയിട്ട് കെട്ടാക്കി കൊണ്ടുപോകും. അങ്ങനെ ഒരു ദിവസം നൂൽ കെട്ടുകൊണ്ട് തള്ള പോവുക, ഒരു ചോന്ന തുണിയിലൊക്കെ അങ്ങനെ കെട്ടിക്കൊണ്ടുപോവുക. അങ്ങനെ ഒരു പക്ഷി വന്നിട്ട് ഈ കെട്ടൊന്നായിട്ട് അങ്ങോട്ട് റാഞ്ചി കൊണ്ടുപോയി. ഒരു തള്ള ഏറ്റി നെരുങ്ങാമത്തപ്പോ ആനറാഞ്ചി പക്ഷി എന്നൊക്കെ പറഞ്ഞ വല്ല പക്ഷിയാവും. റാഞ്ചി അങ്ങോട്ട് കൊണ്ടുപോയി. റാഞ്ചി കൊണ്ടുപോയി ഒരു തള്ളത് കണ്ട അങ്ങനെ ബോധം കെട്ട അവിടെ വീണ് കുറച്ച് ആളുകളൊക്കെ പാടെ ചുറ്റും കൂടി വെള്ളമൊക്കെ തെളിച്ച് ബോധം തെളിച്ച് എന്തേന്ന് ചോദിച്ചു. ഞാനിങ്ങനെ നൂല് ഉണ്ടാക്കി ജീവിക്കണാണ്, എന്റെ നൂലും കെട്ടൊരു പക്ഷി റാഞ്ചി കൊണ്ടുപോയി. അതിന് പേടിക്കണ്ട, നഫീസത്ത് ബീവിന്റെ അവരോട് പോയിട്ട് ദ്വാരക്കാൻ പറഞ്ഞേക്കി. വേഗം നഫീസത്ത് ബീവിന്റെ അടുത്ത് പോയിട്ട് കാര്യമൊക്കെ പറഞ്ഞു. അവർ ദ്വാരന്നിട്ടാണ് അവിടെ ഉത്തിരിക്കും കണ്ടു. പെണ്ണിനോട് ഇരിക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു സംഘം ആളുകൾ വരുന്നു. ഞങ്ങൾ കച്ചവടക്കാരാണ്, ഞങ്ങൾ കപ്പലിലൂടെ അങ്ങനെ വരികയായിരുന്നു. നിങ്ങളെ നാടിനടുത്തെത്തിയപ്പോൾ ഞങ്ങളെ കപ്പൽ അങ്ങോട്ട് ഓട്ടപ്പെട്ടു, വെള്ളം കയറാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ അള്ളാനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും നിങ്ങളെ കൊണ്ട് തവസ്സുലാക്കുകയും ചെയ്തു.
അപ്പോൾ അതാ വരുന്നൊരു പക്ഷി പഞ്ഞിക്കെട്ടുമായിട്ട് ആ പഞ്ഞിക്കെട്ടുകൊണ്ട് ഞങ്ങളെ ഓട്ടയടച്ച് കപ്പലിൽ വെള്ളം രക്ഷപ്പെട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് നന്ദി പറയാൻ. ഉടനെ 500 ദീനാറ് കൊടുത്തു. അത് ഈ പെണ്ണിന് കൊടുത്തിച്ച് പോയി സുഖമായി ജീവിച്ചോ എന്ന് പറഞ്ഞു എന്നാണ്. സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്കി, മക്കത്തെ മുശ്രിക്കും കൂടി കടലിൽ നിന്ന് വല്ല ആപത്തും വന്നാ തമ്പുരാക്കന്മാരെ വിളിക്കൂല. ആരെ വിളിക്ക? പടച്ചോനെ വിളിക്കുക. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. അവർ കപ്പലിൽ യാത്ര ചെയ്താൽ കീഴ്വണക്കം അല്ലാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അവനോട് അവർ പ്രാർത്ഥിക്കുന്നതാണ്. കരയിലേക്ക് അല്ലാഹു രക്ഷപ്പെടുത്തിയാലോ ഇദാഹും യുശ്രികൂൻ, അവരതാ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നു. കണ്ടോ? അപ്പൊ കടലിനെങ്കിലും കുടുങ്ങുന്ന സന്ദർഭത്തിൽ പടച്ചോനെ വിളിച്ചോട്ടെ എന്ന് മുസ്ലിയാക്കന്മാര് മാലക്കാര് മൗലീദുകാർ അനുവദിക്കുന്നില്ല. അവരെന്താ പറയുന്നത്? കടലിന്നും നിങ്ങൾ ആരെ വിളിക്കേണ്ടത്? നബീസത്ത് ബിബിനി മമ്പർത്ത തങ്ങളെയൊക്കെയാണ്. ഒരിക്കൽ മമ്പുറം ചെയ്തലവി തങ്ങള് മുരീദിനോട് ആ തെങ്ങ് കയറിത്തൊരു ചൂട്ട് കെട്ടണം. തെങ്ങുമ്പോ ചൂട്ട് കത്തിച്ച് കെട്ടിയൊക്കെ എന്താ പറ്റിയ തങ്ങൾ പാപ്പ പറഞ്ഞല്ലേ കേൾക്കാണ്ടക്കാൻ വയ്യല്ലോ വെച്ചിട്ട് ഇപ്പം പൊത്തി പിടിച്ച് കയറി ചൂട്ടൊക്കെ കെട്ടി ഇറങ്ങി. ഇപ്പം ഇങ്ങനെ നിൽക്കുക. അപ്പൊ അതാ വരുന്നൊരു കൂട്ടര്, ഹായ് ഞങ്ങളെ കപ്പല് വഴിയറിയാതെ ബുദ്ധിമുട്ടി, ഇന്നത്തെ പോലെ ലൈറ്റ് ഹൗസ് ഒന്നും ഇല്ലാത്ത കാലല്ലേ, എവിടേക്കാ പോണ്ടത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങളെ വിളിച്ചു തേടി. അപ്പൊ അതാ കാണുന്നൊരു വെളിച്ചം ഞങ്ങളെ നൗകയെ അങ്ങോട്ട് നയിച്ച് നന്ദി പറയാൻ വന്നതാണ്. ഇത് വായിക്കുന്ന പരപ്പനങ്ങാടിക്കാരനും താനൂക്കാരനും തലശ്ശേരിക്കാരനും ഒക്കെ എന്താ ചെയ്യാ? കടലിന്ന് കുടുങ്ങിയാലും ആരെ വിളിക്കൂല? പടച്ചോനെ വിളിക്കൂല, വേം അമ്പർത്ത തങ്ങളെ വിളിക്കുക. കണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മക്കാ മുശ്രിക്കിനെ പോലും തോൽപ്പിക്കുന്ന ശിർക്കാണ് ഈ മാല കിതാബുകളും മൗലിദ് കിതാബുകളും നമ്മുടെ സമുദായത്തെ പഠിപ്പിക്കുന്നത്. സന്നിഗ്ധ ഘട്ടത്തിൽ ഇവരാരെ വിളിക്കുക? ഞങ്ങള് പടച്ചോനെ വിളിക്കൂല. കൊട്ടപ്പുറം വാദപ്രതിവാദം തുടങ്ങിയത് എങ്ങനെ? നമ്മൾ പടച്ചോനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാ തുടങ്ങിയ ബലോ മൊയ്തീൻ ശൈഖിനെ. ആദ്യം തന്നെ പോലെ പ്രസംഗം തുടങ്ങിയ തന്നെ കുത്തുബിയത്തിലെ ബെയ്ത്തുകൊണ്ടാ. യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുൻലി ലഹീറൻ അലല്ലാദായി ബിൽ മദദി മുജീറ ഇർലി ഫഖുദ് ബിയദി മദാ മുദദി ഖലീഫത്തല്ലാഹി ഫീനാ മുഹിയദ്ദീനി. കണ്ടോ? യാ സയ്യിദി എന്റെ യജമാനരേ, യാ സനദി എന്റെ അവലംബമേ. കണ്ടോ? യാ സയ്യിദി സനദി ഗൗസി എന്റെ സഹായമേ, വയാ മദദി എന്ന് പറഞ്ഞ് സഹായം തേടി വിളിക്കുന്ന അബ്ദുൽ ഖാദർ ജീലാനിയാണ്. കണ്ടോ? ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ സഹായിക്കണേ. നമ്മളെങ്ങനെ തുടങ്ങിയറിയോ? നമ്മളന്ന് പ്രസംഗം തുടങ്ങിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഖന്തക്ക് കടങ്ങ് കുഴിക്കുമ്പോ ചൊല്ലിയൊരു ബെയ്ത്തുണ്ട്. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ ഫഅൻസിലൻ സകീനതൻ അലൈനാ വൽ മുശ്രികൂന ഖദ് ബഗൗ അലൈനാ. കണ്ടോ? അല്ലാഹുവേ, നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് നമസ്കരിക്കാനോ സദഖ കൊടുക്കാനോ സാധിക്കുമായിരുന്നില്ല. ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകിയതുകൊണ്ട് നിസ്കരിക്കാനും സദഖ കൊടുക്കാനൊക്കെ സാധിച്ചു. മാത്രമല്ല നീ ഞങ്ങളുടെ മേൽ സമാധാനത്തെ ഇറക്കണേ. ഇതാ ഈ മുശ്രിക്കുകൾ ഞങ്ങൾക്കെതിരിൽ ഇതാ അക്രമവുമായി വന്നിരിക്കുന്നു. കണ്ടോ? അള്ളാന്റെ റസൂലിന്റെ സഹാബികളെ ബെയ്ത്ത് ചൊല്ലി നമ്മൾ തുടങ്ങിയപ്പോ പിൽക്കാലത്തുള്ള കുതിരപ്പട്ടാണിയായ സദഖത്തുള്ള ഉണ്ടാക്കിയ കിതാബായ കുത്തുബിയത്തിലെ ബെയ്ത്ത് കൊണ്ടാണ് ഖുറാഫികൾ അവരെ പ്രസംഗം ആരംഭിച്ചത്. കണ്ടോ? സന്നിഗ്ധ ഘട്ടത്തിൽ പോലും അവർ പടച്ചോനെ വിളിക്കൂല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സുഹൃത്തുക്കളെ ഇത്. അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യം ഷെയ്ഖ് മുഹിയുദ്ദീനോടാണ് അവർ ചോദിക്കുന്നത്. മാത്രമല്ല മുഹിയുദ്ദീൻ മൗലിദിൽ വേറൊരു കഥ ഉണ്ട്. ഷെയ്ഖ് കുട്ടിയായിരിക്കും ഒരിക്കൽ ബാപ്പ ഇങ്ങനെ എടുത്ത് താലോലിക്കാൻ മൊയ്തീൻ ഷെയ്ഖിനെ. കുട്ടി ബാപ്പന്റെ താടിക്കൊരു പിടുത്തം കിട്ട് പിടിച്ചു. അപ്പോ എന്താ സംഗതി? വല്ലാതെ കൊഞ്ചൊന്നും വേണ്ട, എനിക്ക് നിങ്ങളെ അറിയാം. കുട്ടി സംസാരിച്ച് സംഗതി എന്താന്ന് വെച്ചാല് മൊയ്തീൻ ഷെയ്ഖിന്റെ ഉമ്മ ഗർഭിണിയായിരിക്കുമ്പോ ഭർത്താവിനോട് പറഞ്ഞു, അബൂസാലിഹ ഭർത്താവിന്റെ പേര്, മൊയ്തീൻ ഷെയ്ഖിന്റെ ഉപ്പാന്റെ പേര്, എനിക്കൊരു ബത്തക്ക വേണമെന്നാണോ. ഗർഭിണിയായ ഭാര്യന്റെ ആഗ്രഹമല്ലേ സാധിപ്പിച്ചു കൊടുക്കാന്ന് വെച്ച് ബത്തക്ക കിട്ടാത്ത കാലത്ത് എവിടേക്കോ പോയി അന്വേഷിച്ച് 2 ബത്തക്കയും കൊണ്ടുവരിക. അപ്പൊ ഒരു കുന്നും ചെരുവിലെത്തുമ്പോൾ ഒരു ഫക്കീർ ഒരു ബത്തക്ക എനിക്ക് തരുമോന്ന് ആയിട്ടല്ല എന്റെ ഭാര്യ, പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി എവിടുന്നോ കൊണ്ടുവന്നെ. 2 എണ്ണല്ലേ, 1 അന്നൂടെ തരാൻ പറ്റൂല. ഇയാളിതും പറഞ്ഞ് മുന്നോട്ട് പോലൊരു സിംഹം ഇദ്ദേഹത്തിന് വാ പിളർന്നു വന്നു. ഓന്നും പറഞ്ഞ് പേടിച്ച് ഇയാൾ പിന്നാക്കം മാറി. അപ്പൊ ഈ ഫക്കീർ വന്നിട്ട് ചെറിയ കല്ലെടുത്തിട്ട് സിംഹത്തിന്റെ നേരെ ഇട്ടു. സിംഹം ചത്തുമലച്ചു. ഇയാൾ സുഖമായി തിരിച്ചുപോയി. അപ്പൊ കുട്ടി താടിക്ക് പിടിച്ചിട്ട് എന്താ പറയണറിയോ? അന്ന് ഞാൻ ബത്തക്ക ചോദിച്ചപ്പോ എനിക്ക് തന്നോ കുട്ടി പറയാ. അപ്പൊ ഉമ്മാന്റെ ബയറ്റിൽ നിന്ന് പോയി ഫക്കീറായി അവിടെ ഇരുന്ന് ബാപ്പാനെ പരീക്ഷിക്കാൻ. ഇതൊക്കെ വിശ്വസിച്ചാലേ 22 കാരറ്റ് സുന്നിയാവുള്ളൂ. എന്നാ ബുദ്ധിയാണ് പണയം വെച്ചു കൊടുക്കണം മുസ്ലിംമാരെ കാലിന്റെ ഒട്ടില്. ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ട് ഉസ്താദേ? അല്ലാതെ. അതുകൊണ്ടാ പറയാം നമ്മൾ ഖുറാഫി എന്ന് വിളിക്കണത്. ഖുറാഫി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കണ്ടതും കേട്ടതും ഒക്കെ വിശ്വസിക്കുക. തെളിവുണ്ടോ ന്യായമുണ്ടോ എന്നൊന്നും ചിന്തിക്കാതെ കണ്ടതും കേട്ടതും വിശ്വസിക്കണോ ഖുറാഫി എന്ന് പറഞ്ഞാൽ.
അതാ ഇവരെ നമ്മൾ ഖുറാഫി എന്ന് വിളിക്കാനുള്ള കാരണം. മുസാഹിബിന് മുടി, മുടി എന്നിട്ട് ആമിനി 5 റുട്ടിയൊക്കെ തരുന്ന മുടി, അത് മുഹമ്മദ് നബിന്റെ മുടിയാകുന്നു. പരപ്പനങ്ങാടിയും തിരൂരങ്ങാടി അടിച്ച മുടി മുസാഹിബില്. എന്നിട്ട് ആർക്കും ഒരാൾക്ക് മുടി കിട്ടുമല്ലോ. ഇത് പ്രിന്റ് ചെയ്യണോലും തുന്നിക്കെട്ടണോലൊക്കെ മുടിയും താടിയൊക്കെ ഉള്ളല്ലോ, ഒരു രോമൊക്കെ കൊഴിഞ്ഞു വീണ്ടുണ്ടാവുമല്ലോ. എന്നിട്ട് അത് മുഹമ്മദ് നബിന്റെ മുടിയാണോ എന്നും പറഞ്ഞിട്ട് കണ്ടോ. പണ്ട് കാശ്മീരിലുണ്ടായി ഹസ്രത്ത് ബാൽ കളവ് പോയി. ഹസ്രത്ത് എന്ന ബഹുമാനപ്പെട്ട മുടി തിരുകേശം കളവ് പോയി. ആരോടുത്തുണ്ട് നബിന്റെ മുടി അവിടെ കുപ്പി സൂക്ഷിച്ചിരുന്നോളോ. മദീനത്ത് നിന്ന് ആരോ കൊണ്ടുവന്നതാണത്രേ. അത്രേ അവർക്ക് ചരിത്രം അറിയുള്ളൂ. ആണത്രേ, അങ്ങനെ പോയത്രേ. അപ്പോൾ ബഹളം ഉണ്ടായത്രേ. അങ്ങനെ ഉണ്ടായപ്പോൾ എന്തായി, പോലീസൊക്കെ ഇടപെട്ടിട്ട്, അപ്പൊ അവിടുത്തെ വലിയ പോലീസ് ഓഫീസർ വലിയ കുറച്ച് ബുദ്ധിമാനാണ്. അയാൾ എവിടുന്ന് ഒരു മുടി സംഘടിപ്പിച്ച് കുപ്പിയിലൊക്കെ ഇട്ട് മുടി കിട്ടിയിരിക്കുന്നു പ്രഖ്യാപിച്ചു. അങ്ങനെ എല്ലാ ചെറുത്തുമാരും ശേഖന്മാരെ കൊന്നു. നോക്കട്ടെ, അത് മുഹമ്മദിന്റെ മുടിയാണ്. ഏതോ മുടി ഓടുന്ന കണ്ട് ഇയാള് പ്രശ്നം തീർത്തിരിക്കാം. ഇതാണ് ഖുറാഫി എന്ന് പറഞ്ഞാൽ. എന്ത് കേട്ടാലും അങ്ങനെ തന്നെ വിശ്വസിച്ചോളൂ. ഈ രൂപത്തിൽ സുഹൃത്തുക്കളെ ഈ മൗലിദ് കിതാബുകളുടെ കള്ളക്കഥക്ക് യാതൊരു കണക്കുമില്ല. റിഫായി മൗലിദിലുണ്ട്, ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹലറത് റിഫായി ശൈഖ് പറയാണ്, സാധാരണ ഞാൻ നാട്ടിൽ നിന്നിട്ട് എന്റെ റൂഹിനെ അങ്ങോട്ട് മദീനത്ത് കയക്കലാണ് പതിവ്. റൂഹ് പോയിട്ട് റസൂലുള്ളാഹിന്റെ ഖബറൊക്കെ മുത്തിയിട്ട് ഇങ്ങോട്ട് വരും. റൂഹ് പോയാൽ മനുഷ്യന്റെ സ്ഥിതി എന്താ, അളുപടിയാവില്ലേ? അപ്പൊ ഇയാൾക്ക് 2 റൂഹ. ഒരു റൂഹിനെ മദീനത്ത് കയച്ചിട്ട് അയാൾ ഇതിനെങ്ങനെ നടക്കുക. എന്നിട്ട് പിന്നെ പറയാണ്, ഇത് ഉടലോടെ വന്ന സന്ദർഭമാണ് നബിയേ. സാധാരണ ഞാൻ റൂഹനയക്കലാണ്, ഉടല് വരലില്ല. ഉടലോടെ വന്ന സമയമാണ്, അതുകൊണ്ട് അങ്ങയുടെ കയ്യൊന്നും ഇങ്ങോട്ട് നീട്ടിക്കാട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഖബറിന്റെ ഉള്ളിൽ നിന്ന് കൈ ഇടും. അപ്പൊ മൂപ്പരത് പിടിച്ചു മുത്തി. ആയിരങ്ങൾ അത് കണ്ടു നിന്നു എന്നാണ് വേറെ ചില കിതാബിൽ പറയുന്നത്. ഇതും വിശ്വസിക്കണം, എന്നാലേ എന്താവുള്ളൂ, നമ്പർ 1 സുന്നിയാവുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ തരത്തിലുള്ള കള്ളക്കഥകൾക്ക് യാതൊരു പഞ്ചവുമില്ല സുഹൃത്തുക്കളെ. ഇനി മങ്കൂസ് മൗലിദ് എടുത്ത് നോക്കിയാ അത് ഉണ്ടാക്കിയത് ആരാന്നറിയണേ? പണ്ട് പൊന്നാനിയിൽ കോളറ ഉണ്ടായത്രേ. അപ്പോൾ ജനങ്ങൾ മഖ്ദൂമിനെ സമീപിച്ചത്രേ. അപ്പോൾ അദ്ദേഹം മങ്കൂസ് രചിച്ചു കൊടുത്തത്രേ. എന്നിട്ട് നിങ്ങൾ വരിമൗലീദ് കഴിച്ചാൽ മാറുമെന്ന് പറഞ്ഞു അത്രേ. ആരാ പറയുന്നത്? വരുന്നേ പറഞ്ഞു. ഒന്നും ഉറപ്പില്ല. മഖ്ദൂമ എന്ന് ചോദിച്ചാ ഏത് മഖ്ദൂമ? മഖ്ദൂം 1-മനാണെങ്കിൽ ഹിജ്റ 1000 മരിച്ചു വെക്കണ അയാള്. അപ്പൊ ബല മങ്കൂസിന് 400 വയസ്സ്. അല്ല, മഖ്ദൂം അവസാനത്തെ ആളാണോ? ഹിജ്റ 1205 മരിച്ചത്. അപ്പൊ മങ്കൂസിന് 200 വയസ്സ്. കൗമിന്റെ വിചാരം എന്താ? അതൊക്കെ മാലിക് ബിൻ ദീനാറും കൂട്ടരും കൊണ്ടുവന്ന സാധനം അതൊക്കെയാണ്. 10-200 കൊല്ലം മുമ്പ് ഓരോരുത്തർ എഴുതിക്കൂട്ടി ഉണ്ടാക്കിയതാണ് ഇതെന്ന് ആർക്കും അറിയില്ല. ഏത് കിതാബിലത് എഴുതിയവന്റെ പേരും അഡ്രസ്സും ഉണ്ടാവും അല്ലേ? എന്നാ പല മൗലിദിലും അതിന്റെ പേരും ഇല്ല, അഡ്രസ്സും ഇല്ല. എന്നിട്ട് തുടങ്ങണ തന്നെ എങ്ങനെയെന്നറിയോ? സുബ്ഹാനല്ലദീ അത്ലാ ഫീ ശഹ്രി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ. റബീഉൽ അവ്വൽ മാസത്തിൽ മുഹമ്മദ് നബി ആകുന്ന ചന്ദ്രനെ ഉദയം ചെയ്യിച്ച അല്ലാഹു പരിശുദ്ധനത്രേ. ഈ ലോകത്തെ പടക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഒളി പ്രകാശം പടച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ ലോകത്ത് ആദ്യം പടക്കപ്പെട്ടത് നബിന്റെ ഒളിയാണ്. ആലമിനെ പടക്കണതിന് മുമ്പ്, ആലം എന്ന് പറഞ്ഞാൽ പള്ളിയൊക്കെ പഠിപ്പിക്കല് മാസിവൽ ബാരി സുബ്ഹാനഹു എന്നാ. അല്ല അല്ലാത്ത എല്ലാം ആലമപ്പെട്ടു. അപ്പൊ അല്ല മാത്രമുള്ളൂ, വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ആദ്യം പടച്ചത് ഈ പ്രകാശത്തെയാണ്. ആ പ്രകാശത്തിൽ നിന്നാണ് സർവ്വ ചരാചരങ്ങളെയും പടച്ചത് എന്നാണ് സമസ്തക്കാരവരെ മദ്രസാ പുസ്തകത്തിൽ കുട്ടികളെ പഠിപ്പിക്കണത്. എല്ലാ ചരാചരങ്ങളെയും പഠിച്ചത് ഈ നബിന്റെ പ്രകാശത്തിൽ നിന്നാണ്. അപ്പൊ കള്ളിനെ പഠിച്ചതും പന്നിനെ പഠിച്ചതും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശൈത്താനെ പഠിച്ചോ ഇന്നാന്ന് ഇവർ പറയാതിരിക്കോ അറിഞ്ഞൂടാ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനെ കള്ളക്കഥ ഖുർആനിലുണ്ടോ? പ്രപഞ്ച സൃഷ്ടിപ്പിനെ പറ്റി ഖുർആനിൽ ആയത്തുണ്ട്. ഹദീസുകളിൽ ബദുഉൽ ഖൽഖി എന്ന അധ്യായം തന്നെ ഉണ്ട്. അതിലെവിടെയെങ്കിലും ഈ നബി പ്രകാശത്തിന്റെ കഥ പറഞ്ഞിട്ടുണ്ടോ? സൂഫികൾ പിൽക്കാലത്ത് കെട്ടിയുണ്ടാക്കിയതാ സുഹൃത്തുക്കളെ. എന്നിട്ട് ആദം നബിനെ പടക്കുമ്പോൾ ആ മണ്ണിൽ ഈ പ്രകാശം കൂട്ടിക്കുഴച്ചു. എന്നിട്ട് ആദം നബിയുടെ മുതുകിൽ, പിന്നെ അത് നൂഹ് നബിയുടെ മുതുകിലെത്തി. അതെങ്ങനെ എത്തിയത്? ആദം നബിന്റെ കുട്ടിയേറ്റ നൂഹ് നബി. അതിന്റെ ഇടയിൽ 10 തലമുറ ഉണ്ട്. അതിൽ എത്രണ്ണം മുസ്ലിം ഉണ്ട് ആർക്കറിയാം? അപ്പൊ പരിണാമവാദം മാതിരിയാ, കണ്ണികൾ കോർക്കാൻ കഴിയുന്നില്ല. പരിണാമവാദം അങ്ങനെയാണല്ലോ. എങ്ങനെയാ മനുഷ്യൻ കുരങ്ങലിൽ നിന്നുണ്ടായി? എങ്ങനെ സ്ഥാപിക്കല്? ഏതോ ഒരു തടാകത്തിൽ ഏതോ ഒരു കാലത്ത് ഒരു ജീവൻ തുടിച്ചു. അല്ല സഖാവെ, ഏത് തടാകത്തിലാ തുടിച്ച് ചോദിക്കാൻ പാടില്ല. എങ്ങനെയാ തുടിച്ച് ചോദിക്കാൻ പാടില്ല. ഏതാ അതിന്റെ തീയതി ചോദിക്കാൻ പാടില്ല. ജീവൻ തുടിച്ച് ഏകകോശ ജീവി ഉണ്ടായി. എന്നിട്ടോ പിന്നെ അത് ബഹുകോശ ജീവിയായി. എടോ, ഏകകോശം എങ്ങനെ ബഹുകോശം അങ്ങനെ ആയി? വിശ്വസിച്ചോളണം. പിന്നെ
ബഹുകോശ ജീവി വളർന്നേ വെള്ളത്തിൽ വളരുന്ന കുറെ ജീവിവർഗങ്ങളുണ്ടായി. എങ്ങനെ ഉണ്ടായി? അങ്ങനെ ഉണ്ടായി. പിന്നെയോ വെള്ളത്തിലും കരയിലും വളരുന്നതുണ്ടായി. പിന്നെ സ്പീഷീസ് ജീവിവർഗങ്ങൾ. പിന്നെ ഒരൊറ്റ പോക്ക പരിണാമം ദൃന്നുണ്ട്. അങ്ങനെ കുരങ്ങനിൽ എത്തി പരിണാമം സ്റ്റക്കായി അവിടെ. അങ്ങനെ 4 കാലിൽ കുത്തി നടക്കുന്ന ആ കുരങ്ങൻ ഒരു ദിവസം എണീറ്റു, 2 കൈയും വീശി. ഇത് തരക്കടില്ലടോ, കൈ സ്വതന്ത്രമായി കിട്ടിയാലോ. മൂപ്പര് നടന്നുപോയി, വാലങ്ങ് മുറിഞ്ഞുപോയി. ആ വാൽക്കുറ്റിയിൽ നിന്ന് പലതരത്തിലുള്ള കഴിവുകളും ഉടലെടുത്തു. ഇതാണിപ്പോ പരിണാമവാദം. ഇത് സ്ഥാപിക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഉറുപ്പിയാണ് പല രാജ്യങ്ങളും ചെലവഴിക്കണത്. ഇതുപോലത്തെ കഥയായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശത്തെ ആദ്യം പടച്ചു. എന്നിട്ട് ആദം നബിനെ സൃഷ്ടിക്കണ മണ്ണിൽ കൂട്ടി കുഴച്ചു. ആദം നബിന്റെ മുതുകിന്ന് നൂഹ് നബിന്റെ മുതുകിലേക്ക് ഇടും ഒറ്റച്ചാട്ടം, 10 തലമുറ ഒഴിവാക്കിയിട്ട്. എന്നിട്ട് നൂഹ് നബിയിൽ നിന്ന് ഇബ്രാഹിം നബിയിലെത്തി. ഇബ്രാഹിം നബിയിൽ നിന്ന് പിന്നെ നമ്മൾ കാണുന്ന അബ്ദുൽ മുത്തലിബിന്റെ മുതുവത്താ. നോക്കണങ്ങള്, കണ്ണികൾ കാണുന്നില്ല. അറ്റുപോയ കണ്ണികളെ കുറിച്ച് ഖുറാഫികൾക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ട് 5-8 കൊല്ലായി. ഇതുവരെ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. എന്റെ മങ്കൂസ് മൗലീദ് കാസറ്റിന് ഒരു പൈസ മറുപടി ഇറക്കിയിട്ടുണ്ട്. പക്ഷെ മൂപ്പർക്ക് ഈ കണ്ണി യോജിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൊരങ്ങനിൽ നിന്നാണ് മനുഷ്യരുണ്ടായതെന്ന് സ്ഥാപിക്കാൻ കൊരങ്ങനെന്ന് വിടുകയും ചെയ്തു. എന്നാ മനുഷ്യനായിട്ടുമില്ല. അതിന്റെ ഇടയിലൊരു കൊരശൻ. ഈ കൊരശന് യാതൊരു തെളിവും ഫോസിലുകളിൽ നിന്ന് കിട്ടുന്നില്ല. അവൻ ചെയ്തു ഒരു എല്ല് കൊണ്ടുവന്ന് രാഗിയിട്ട് ഇതാകുന്നു കൊരശൻ എന്ന് പറഞ്ഞതാണ് പരിണാമവാദത്തെ കുറിച്ച് പറയപ്പെടുന്ന ആളുകൾ പറയുന്നത്. ഇതുപോലെ ഈ അറ്റുപോയ കണ്ണികളെ യോജിപ്പിക്കാൻ ഖുറാഫി വല്ലമാര് ഇത്ര കാലം പട്ടിക്കാടും കാരന്തൂരും ഒക്കെ റിസർച്ച് നടത്തിയിട്ടും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. കള്ളക്കഥയാണ് സുഹൃത്തുക്കളെ ഇത്. അള്ളാഹുവിന്റെ റസൂല് ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനാണ്. നമ്മളൊക്കെ ഉമ്മാന്റെ പള്ളിയിൽ 10 മാസം കിടന്ന് പിന്നെ ചെറിയ കുട്ടിയായി പിന്നെ വലുതായി അതുപോലെ പ്രസവിക്കപ്പെടുകയും കുട്ടിയായിരിക്കുകയും വളരുകയൊക്കെ ചെയ്ത ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്നെ പ്രകാശത്തിനാ സൃഷ്ടിച്ചെന്ന് നബി പറഞ്ഞിട്ടുണ്ടോ? നബി പറഞ്ഞ നേരെ മറിച്ച ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശത്തിൽ നിന്നാണ്. വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ, ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടത് തീയിൽ നിന്നാണ്. വഖുലിഖ ആദമു മിമ്മാ ഉസിഫ ലക്കും, ആദമിനെ സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങൾക്ക് വിവരിച്ചു തരപ്പെട്ട മണ്ണിൽ നിന്നാണ്. അതൊന്നും ഞാൻ ഒഴിവാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കളെ? പറഞ്ഞിട്ടില്ല. ഇവരിപ്പോഴും വിശ്വസിക്കണം എന്താ അറിയോ? നബി ഒരു വെളിച്ചാണെന്നാ, ട്യൂബ് ലൈറ്റ് ഒക്കെ മാതിരി. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി, നബിയെ നിങ്ങൾ താമസിക്കുന്ന വീട് അവിടെ വിളക്കിന്റെ ആവശ്യമല്ല. അതൊക്കെ ആലങ്കാരികമായി പറഞ്ഞതല്ല മൗലവി, ആലങ്കാരികമൊന്നുമല്ല. മഹമൂദ് മാലാർജി ഒരു മാല ഉണ്ട്, അതിലെന്താ പറഞ്ഞറിയോ? തങ്ങൾ ഒളിവാലിരുൾ രാവിലെ വീണുള്ളേ ദൂഷിയുമായി ബീബി എടുത്തോവറ്. ഒരിക്കൽ സൂചി വീണു പോയപ്പോ നബിന്റെ വെളിച്ചം കൊണ്ടായി തെരഞ്ഞെടുത്തത് അല്ലേ? ഭാര്യ നമ്മളോട് നിങ്ങളെ ടോർച്ചൊന്നും അടിച്ചാൽ ഈ സൂചി കാണാനല്ല. അതിന് മുമ്പ് നിങ്ങളൊന്നും നിന്നാണി നബിയെ. അവൻ നബി ഒരു വെളിച്ച. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കൗമിന്റെ അതൊക്കെ വിശ്വസിക്കണം, എന്നാലേ ശൂന്യാവുള്ളൂ. മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? ഇവര് മദർസി പഠിപ്പിക്കണം എന്താ അറിയോ? പ്രവാചകന്മാർ ശാരീരികമായി മനുഷ്യരാണെങ്കിലും ആത്മീയ പ്രകൃതിയിൽ അവർ മലക്കുകളാണ്. ഇപ്പൊ പകുതി മലക്കും പകുതി മനുഷ്യനും. ഇതെങ്ങാനും അബൂജഹൽ കേട്ടിരുന്നെങ്കിൽ നമ്മളെ നോമ്പിനൊക്കെ കളിയാക്കൂലേ? നിങ്ങളെങ്ങനെ പട്ടിണി കിടന്നോളി, അയാൾ പകുതി മലക്ക, അയാൾക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളെങ്ങനെ പട്ടിണി കിടന്നോളി പിന്നാലെ കൂടി എന്ന് സഹാബികളെ കളിയാക്കുമായിരുന്നു സുഹൃത്തുക്കളെ. ആവർത്തിച്ച് ഖുർആൻ പറഞ്ഞു ഞാനൊരു ബശറാണ്, ബശറാണ്. ഇവരെ ബുർദിയിലും കൂടി പറഞ്ഞിട്ടില്ലേ അല്ലേ? വമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. അദ്ദേഹത്തെ കുറിച്ചുള്ള അറിവിന്റെ അങ്ങേയറ്റം അദ്ദേഹം ഒരു മനുഷ്യനാണ്, പക്ഷെ സൃഷ്ടികളിൽ അതിശ്രേഷ്ഠനാണ്. അപ്പൊ റസൂലുള്ള മനുഷ്യനാണ്, റസൂലുള്ള പ്രകാശ സൃഷ്ടിയല്ല സുഹൃത്തുക്കളെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കള്ളക്കഥകളാണ് സുഹൃത്തുക്കളെ ഈ മൗലിദുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മാലകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലോ? മാലകൾ എന്ന് പറഞ്ഞാൽ ത്വരീഖത്തിന്റെ പ്രകടന പത്രികയാണ്. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വെറും ദിക്റും ദുആയും മാത്രമായി ശൈഖിന്റെ മുമ്പിൽ പോയിരിക്കുക, ശൈഖ് പറഞ്ഞതൊക്കെ കേൾക്കുക. ശൈഖിന്റെ മുമ്പിൽ ചെന്നാ മയ്യത്ത് കുളിപ്പിക്കണോ? അവന്റെ മുമ്പിൽ മയ്യത്ത് കിടക്കും പോലെ ആയിരിക്കണം എന്നാ. മയ്യത്തിനെന്താ? അങ്ങോട്ട് മറിച്ചിട്ട് അവിടെ കിടക്കും, ഇങ്ങോട്ട് മറിച്ചിട്ട് അങ്ങനെ കിടക്കും, നീപ്പിച്ചിരുത്തിയാ നീപ്പിച്ചിരിക്കും അല്ലേ? ഇതുപോലെ ആയിരിക്കണം ശൈഖിന്റെ മുമ്പിൽ ചെന്നാ. ഇരിക്കണമെന്നാ ഇരിക്കുക, കുമ്പിട്ടിക്കണാന്നാ കുമ്പിട്ടിക്കുക, കിടക്കണാന്നാ കിടക്കുക, നിക്കരിക്കണ്ടാന്നാ നിക്കരിക്കൂല. ഇങ്ങനെയായിരിക്കണം. നബി പോലും പറഞ്ഞിട്ടില്ല ഇത്. അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായിട്ട് ഒരുത്തനി അനുസരിക്കാൻ പാടില്ലാന്ന് ചില ശൈഖന്മാര് പറഞ്ഞു. നിന്റെ ഹൃദയം ദിക്ർ കൊണ്ട് നിറം പിടിക്കാൻ വേണ്ടി നീ ഖുർആൻ ഓതാൻ പാടില്ല. കുറച്ച് ദിവസം മാസങ്ങളോളം മുമ്പ് ഖുർആൻ ഓതിയില്ല. ഈ ജാതി കഥകളൊക്കെ ആ സൂഫി തരീഖത്തിലുള്ളത് അല്ലേ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്, എനിക്ക് എന്റെ റബ്ബ് അല്ലാഹു മാത്രം മതി, അത് തൗഹീദാ. പിന്നെ പറയുന്നത് ഖുറാഫാത്ത്. എന്താ? മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്, എന്റെ ഖൽബിൽ അല്ലാഹ് എന്നല്ലാതെ വേറൊന്നുമില്ല.
ഇങ്ങനെ ആടി ഇങ്ങനെ ചൊല്ലുക ശൈഖിന്റെ മുമ്പിൽ. മുറാഖബ എന്നതിന് പറയാം ധ്യാനം. ഹൂ അല്ലാ, ഹൂ അല്ലാ, ഹൂ ഹാ ഹീ അല്ലാ, അതൊക്കെ ദിക്റ. ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കും. അപ്പൊ പിന്നെ മൂപ്പരെ മനസ്സിൽ അല്ലാ അല്ലാ എന്ന് മാത്രം. ചോറ്, ചാറ്, ഭാര്യ, കുട്ടി, എസ്റ്റേറ്റ്, കാറ് ഒന്നും ഉണ്ടാവില്ല. അല്ലാ അല്ലാ അല്ലാ. കുറെ കഴിയുമ്പോ മൂപ്പർക്ക് തന്നെ തോന്നും ഞാൻ തന്നെ ലഭ്യ അല്ലാ. അതാണ് റിഫായി റാത്തീബിലുണ്ട് 303 വട്ടം. ലാ അന ഇല്ല അന്ത. ലാ അന ഞാനല്ല, ഇല്ല അന്ത നീ അല്ലാതെ അല്ല. പടച്ചവനോടെ നീ തന്നെ ഞാൻ, ഞാൻ തന്നെ നീ, ഞാൻ തന്നെ നീ നീ. ഇതാണ് റിഫായി റാത്തീബ് 303 വട്ടം. നിങ്ങൾ ആലോചിക്കും. അനൽ ഹഖ്, ഞാൻ തന്നെയാണ് സത്യസ്വരൂപനായ ദൈവം. നിങ്ങൾക്കറിയോ ഈ ആന്ത്രോത്ത് ദ്വീപ്, ലക്ഷദ്വീപിലെ ഒരു തങ്ങള് ജദുബിന്റെ ഹാലിച്ചിന്റെ റാത്തീബ് ഉണ്ട് എന്റെ കയ്യിൽ. ജദുബ് പറഞ്ഞാൽ കോമരം തുള്ളുമ്പോൾ തുള്ളുക. സൂഫികൾക്ക് അങ്ങനെയൊക്കെ ചില ഹാലുകൾ ഉണ്ടാവും. അങ്ങനെ തുള്ളുമ്പോ പിന്നെ മൂപ്പര് പറയണേന്നൊന്നും ഒരു ലെവലും ഉണ്ടാവില്ല. അന്ന് എന്താ മൂപ്പര് റാത്തീബിന്റെ തുടക്കം എന്നറിയോ? അനല്ലാഹു ലാ യതരീനി ഫലാഉ, ഞാൻ തന്നെയാകുന്നു അല്ലാഹ്, എനിക്ക് നാശമില്ല. ഭൂമിയിൽ ഒരു പുഴു വരെ ഞാൻ തന്നെയാണ് അല്ലാഹ്. പടച്ചോന്റെ ഒരു ശ്രമ ആലോചിച്ച് നോക്കി. അവർ റഹ്മാൻ തന്നെയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരു ചെറിയ പ്രദേശ ഭൂമി, അവിടുത്തെ ഒരു ചെറിയ പുഴ, മനുഷ്യൻ, അതിലൊരു തങ്ങൾ പറയാണ് ഞാൻ തന്നെയാണ് അള്ളാഹ്. നോക്കിങ്ങള് ഫിർഔന്റെ മാതിരി അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞില്ലേ, ആ ജാതി റാത്തീബ് ഇതൊക്കെ വിശ്വസിച്ചാലേ എന്താകുള്ളൂ? 22 കാരറ്റ് സുന്നത്തിയമായി തരണാകുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ തരത്തിലുള്ള കള്ളക്കഥകളൊക്കെയാണ് ഈ തെരീക്കത്തിലുള്ളത്. നിങ്ങളൊരു തെരീക്കത്ത് ചേർന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും? ആ ഓഫറുകളാണ് യഥാർത്ഥത്തിൽ മാലകളിൽ കാണുന്നത്. ഗ്രാൻഡ് ഓഫറുകളാണ്. നമ്മളെല്ലാരും ഉദ്ദേശം എന്താ? നരകത്ത് നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്ത് പ്രവേശിക്കണം. അതിന് വല്ല കുറുക്കുവയുണ്ടോ നോക്കിയിട്ടാ നമ്മളെ നടക്കണേ അല്ലേ? വല്ല നിസ്കാരം ഒഴിവായി കിട്ടാൻ വല്ല മസാല ഉണ്ടോ? സുബൈക്ക് നീക്കാണ്ടിരിക്കാൻ വല്ല മസാല ഉണ്ടോ? അങ്ങനെയൊക്കെയാണ് ആളുകൾ ചിന്തിക്കണത്. അതിന് പറ്റിയ പാകത്തിലാണ് മാലക്കാര് തയ്യാറാക്കിയിട്ടുള്ളത്. മാലക്ക തരീക്കത്തീരം ഒരു മത്സര. ഞങ്ങളെ തരീക്കത്താണ് ഏറ്റവും വലിയ കുറുക്കുവഴി പടച്ചവനിലേക്ക്. അപ്പൊ മറ്റുള്ള നിങ്ങൾ പോടോ, അതിനേക്കാളും കുറുക്കുവഴിയാ ഞങ്ങളത്. നിന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. ഒതുങ്ങിയ ഒരു വർത്താനം മാലയിലുണ്ടാവില്ല, ഒക്കെ ഓവറായ വർത്താനങ്ങളാ. നിന്റെ മുരീദ് ആരും തന്നെ നരകത്തിലില്ലാന്ന് നരകത്തെ കാക്കണ മലക്ക് വന്നിട്ട് ആരോട് പറഞ്ഞ്? ഷെയ്ഖ് ജീലാനിനോട് പറഞ്ഞു. അള്ളാഹിന്റെ റസൂലിനോടും കൂടി പറഞ്ഞിട്ടില്ല നിന്റെ ഉമ്മത്ത് മുഴുവൻ സ്വർഗത്തിലാണ് അല്ലേ? 70,000 പേര് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്നു പറഞ്ഞു. അവരെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു. അവർ ഒരിക്കലും തന്നെ മന്ത്രിച്ചൂതാൻ മറ്റുള്ളവരോട് ആവശ്യപ്പെടാത്തവരാണ്. സ്വന്തം മന്ത്രിക്കല്ലാതെ മറ്റൊരു മന്ത്രിക്കാൻ ആവശ്യപ്പെടൂല. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണവർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഉക്കാസ എന്ന സഹാബിയാണ് നബി എന്നെ അതിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ ദ്വേർക്കണേന്ന് പറഞ്ഞു. ആ നഞ്ചയിപ്പെട്ട് ഇപ്പൊ വേറൊരാൾ പറഞ്ഞു തന്നെയും ഒരു പോസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ്. കണ്ടോ? ഇങ്ങനെ നബിന്റെ സമുദായത്തിൽ ആകെ 70,000 പേരെ സ്വർഗത്തിൽ കിടക്കുള്ളൂ വിചാരണയില്ലാതെ. പിന്നെ വിചാരണയോട് കൂടി ശേഷം കടക്കുന്നവരും ഉമ്മത്ത് മുഴുവൻ സ്വർഗത്തിലാണ്. അള്ളാന്റെ റസൂൽ പോലും ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ല. പക്ഷേ ജീലാനിന്റെ മുരീദായ സ്വർഗം ഉറപ്പാണ്. മാത്രല്ല നരകത്തിൽ നിന്റെ മുരീദാരും ഇല്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. മലക്ക് വന്നിട്ട് മറ്റൊരു സന്ദേശം, നരകത്തെ കാക്കണ മലക്ക് വന്നിട്ട് ഞാൻ ഒക്കെ തെരഞ്ഞു നോക്കി നരകം മുഴുവനും ഒരൊറ്റ ജീലാനി തെരീക്കത്തിന്റെ മരുന്നിനും കൂടി കാണാനല്ല. അതുകൊണ്ട് നിങ്ങളെ തെരീക്കത്ത് കൂടി എന്തല്ല നരകത്ത് പോകൂല, സ്വർഗത്തില് പോകുന്ന ഉറപ്പാണ്. പിന്നെ നിങ്ങൾക്ക് പേടി, ഇപ്പൊ ഖബറിലെ ശിക്ഷല്ലേ, ഒരു പേടിയും പേടിക്കണ്ട. മുൻകറിനെ കീറിനോടെന്റെ മുരീദീനെ പേടിപ്പെടുത്തരുതെന്ന് പറഞ്ഞോവർ. മുൻകർ നക്കീറിനെ വിളിച്ചുകാണ്ട് മൊയ്തീൻ ശൈഖ് ഒരിക്കൽ ഓർഡർ കൊടുത്തു, നമ്മളെ മുരീദന്മാരെ പേടിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോ അതിനൊരു കഥ ഉണ്ട്. എന്താ കഥ എന്നറിയോ? ഒരിക്കൽ മൊഹീദ്ദീൻ ശൈഖിന്റെ ഒരു മുരീദ് മരിച്ചിട്ട് മുൻകർ നക്കീറും ഖബറിൽ വന്നിട്ട് ശിക്ഷിക്കാണ്. കാരണം ചോദ്യത്തിനൊന്നും മറുപടി ഇല്ല ഖുറാഫി. അപ്പം അടിക്കാൻ നോക്കണ സമയത്ത് ശൈഖ് എന്നൊരൊറ്റ വിളിയാള്. ഉടനെ വടി കാണാനില്ല. മുൻകറും നക്കീറും ആകെ ഇടങ്ങേറായില്ലേ. ഇയാൾ ഈ വടിയും കൊണ്ട് നേരെ പോയിട്ട് അള്ളാന്റെ അരിശിന്റെ ചോട്ടിൽ ഇങ്ങനെ വിശ്രമിക്കുക. ചില്ലറ സ്ഥലങ്ങളിലൊന്നും മൂപ്പര് ഉറങ്ങൂല. അരിശി, കുർസി, ലൗഹുൽ മഹ്ഫൂദ് ആജായ സ്ഥലങ്ങളില്ല. അങ്ങനെ മുൻകറും നക്കീറും ഇങ്ങനെ പോയി തലയും ചൊറിഞ്ഞ് ആ വടിയൊന്ന് തരാൻ പറ്റില്ല. ഇയാള് കുറച്ച് ഗൗരവത്തിൽ തന്നെ തരാൻ പറ്റൂല. അപ്പോ അത് സാധാരണ ദണ്ഡല്ല. ഖബറിൽ ഇവരെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹ് തന്ന സ്പെഷ്യൽ ദണ്ഡാണ്, പ്ലീസ് ഒന്ന് തരണം. തരാൻ പറ്റില്ല. എന്ത് ചെയ്യും? മുൻകർ നക്കീർ അങ്ങോട്ടും കൂടെ നോക്കി എന്ത് ചെയ്യും ഇപ്പൊ അതിനെ കൊണ്ട് ഇനി. അപ്പൊ അവര് തീരുമാനിച്ചെന്ത്, നമ്മൾ നിങ്ങളെ ഡിമാൻഡ് എന്തെന്നാവെന്ന് പറയും. എനിക്ക് യാതൊരു ഡിമാൻഡില്ല. എന്റെ മുരീദിനെ നിങ്ങള് ചോദ്യം ചെയ്യാനോ ഭീഷണിപ്പെടുത്താനൊന്നും പാടില്ല. പടച്ചോൻ ഇത് കുറച്ച് ഗൗരവമാണല്ലോ. പടച്ചോൻ എല്ലാരെയും ചോദ്യം ചെയ്യണമെന്ന് ഏൽപ്പിച്ചാണ്. ഇപ്പൊ ഇയാൾക്ക് വടി കിട്ടാൻ വേണ്ടി ഇങ്ങനെ കണ്ടീഷൻ ചെയ്താ
അള്ളാന്റെ അടുത്ത് എന്താ പറയാ? അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, എന്നാ ശരി നിങ്ങളെ മുരീദിനെ നമ്മൾ ചോദ്യം ചെയ്യൂല. അങ്ങനെ വടി തിരിച്ചു കൊടുത്തു എന്നാണ് കഥ. ജൗഹറത്തുൽ ഖുതുബിയ്യ ഫി മനാഖിബി ഖുതുബിൽ അലിയ എന്ന് പറയുന്ന പൊന്നാനിക്കാരൻ ഓടംബിയകം ആജി മുക്രിയാരകത്ത് മുഹമ്മദ് മുസ്ലിയാർ എഴുതിയ കിതാബിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ പാടുന്ന പുതിയ വൈദ്യമാലിലുണ്ടത്. നലവേരില്ലേറ്റം ഫീരീശം വെച്ചുള്ളോരു ദോഷി മരിച്ചപ്പോൾ മുങ്കർവാന കീറ് ചോദ്യം ചെയ്താരാമുഹിയദ്ദീൻ ശൈഖെന്ന് ശരിയായിട്ടു തീരം ചൊല്ലിടയെന്നോവർ ഗഹനറുകൾ രണ്ടും തഅജ്ജബായല്ലാട് കേട്ടങ്ങിതെന്നോരു അതിർപ്പം പേരിയോനെ പിരിശമ്യൻ ഗൗസീനെ ബച്ചതാലോ ഓൻ ചെയ്ത് പാപം പോറുത്തല്ല എന്നിന ബിണ്ടോവർ. എന്ത് അജപാടാത്, നമ്മളെ അടിച്ചപ്പോ ഷെയ്ഖിനെ വിളിക്കണേ എന്ന് ഇവര് മുൻകറും നക്കീറും ആകെ അജബായി. അപ്പൊ അല്ല പറയാണ്, അത് എന്റെ റൗസായ മുഹിയദ്ദീനെ അവൻ പിരിശം വെച്ചതുകൊണ്ട് ഓന്റെ പാപമൊക്കെ ഞാൻ പുറത്തു, നിങ്ങൾ ഓനെ വിട്ടാളിയില്ല. അതുകൊണ്ട് ആ പണ്ട് നമ്മളെ നാട്ടിലൊക്കെ സിൽസില വെക്കുക എന്ന് പറയും. ഒരു കുപ്പിയിൽ മരിച്ച അപ്പൊ മുസ്ലിയാർ അടുത്തേക്ക് പോകും. മുസ്ലിയാർ ഇങ്ങനെ ഇതും അഹമ്മദ് കുട്ടി, ഇബിൻ ഇബ്രാഹിം കുട്ടി, അങ്ങനെ ഓന്റെ അപ്പാന്റെ പേര്, പിന്നെ ഓന്റെ ഉസ്താദ്, ആ തങ്ങള്, അതിന്റെ മറ്റേ തങ്ങള് മുഖേന ജീലാനി വരെ എത്തുന്ന പരമ്പര ഉണ്ടാക്കും. പരമ്പര ഉണ്ടാക്കിയിട്ട് ചുറ്റി മടക്കിയിട്ട് കുപ്പിന്റെ ഉള്ളിലിട്ട് കുപ്പി നല്ല മുറുക്കിയിട്ട് ഇവന്റെ തലക്കുമ്പാത്ത് വെക്കും. എന്തിനാ ഈ കുപ്പിയിലിരുന്നറിയാം, ചെതിൽ പിടിക്കാണ്ടൊക്കെ കടലാസ് ചെലൊടിച്ച് മുങ്കറിനെ കീറുമ്പോ കടലാസ് കാണും. അങ്ങനെ മുങ്കറിനെ കീറുമ്പോൾ ആ കുപ്പി എടുത്ത് കൂടുതൽ തുറന്ന് കൊട്ടി നോക്കി പരമ്പരയൊക്കെ വായിച്ച്, എന്നാ ബരായിട്ടേക്ക് ഞങ്ങൾ പോട്ടെ, മൂപ്പരോട് ചോദ്യമല്ല. കാരണം മൂപ്പര് കാര്യപ്പെട്ട പരമ്പരയിലല്ലേ വന്നിരിക്കണേ. ഈ പരമ്പര തെളിയിക്കാൻ ആ മുങ്കറിനെ കീറിന് സിൽസില വെച്ചു കൊടുക്കണേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സമുദായത്തിൽ എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ് ഇവര് പ്രചരിപ്പിച്ചത്. ഈ തരീഖത്തുകാരുണ്ടാക്കിയതാ അത്. എന്നെ പീഡിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവല് എന്നോവർ, എന്നെ പീഡിച്ചവർ ഇടറുന്ന നേരത്ത് എപ്പോഴും അവർ കൈ പീഡിപ്പൻ ഞാനെന്നോവർ. നിങ്ങൾക്ക് എന്ത് ഇടർച്ച വന്നാലും സഡൻ മൂപ്പര് കൈ പിടിച്ച് രക്ഷിക്കും. ഇടറുന്ന നേരത്ത് മൂപ്പരണ്ട് വിളിച്ചായി. ബായ കൂടുന്നതിനും ഉത്തരം കിട്ടുന്ന ആരാണ്? പടച്ചോനും കൂടി ഇങ്ങനെ ഒരു ഗ്യാരണ്ടി നൽകിയിട്ടില്ല. ഉദൂനി അസ്തജിബിലക്കും, എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോളി, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. പ്രാർത്ഥിച്ചതിനൊക്കെ പാടെ ഉത്തരം കിട്ടി എത്ര ആളുണ്ടാവും ബഹ്റൈനിൽ? എന്ന് നാട്ടിൽ പോകണമെന്ന് വിചാരിച്ച കൂട്ടരാതൊക്കെ 5 കൊല്ലേ നിൽക്കുള്ളൂ പറഞ്ഞ് പോകുന്നതാണ്. 25 പോകേണ്ട യാതൊരു പരിപാടി. കാരണം ദ്വാരന്നിട്ട് കിട്ടണ്ടേ. എനിക്ക് വീട് വേണമെന്ന് ദ്വാരുന്നു, 15 കൊല്ലായി വീടുണ്ടായിട്ടില്ല അല്ലേ. എന്റെ കുട്ടിനെ കെട്ടിക്കണം എന്ന് വിചാരിന്ന് കിട്ടില്ല. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത മനുഷ്യന്മാരായി കുത്തിരിക്കണം മുഴുവനും. നബിയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളങ്ങനെ ധൃതി കൂട്ടൊന്നും വേണ്ട, നിങ്ങൾ ചോദിച്ചോളിയും, തരണോ തരണ്ടേന്ന് പഠിച്ചോനാ തീരുമാനിക്കുക. ചിലപ്പോ അപ്പം കിട്ടും, ചിലപ്പോ പിന്നീട് കിട്ടും, ചിലപ്പോ മരിച്ചോളം കിട്ടൂല. 95 വയസ്സായിട്ട് മരിച്ചു ഉണക്കാക്കാന്റെ ചെവി പോയിട്ട് നിങ്ങൾ ദ്വാരുന്ന വല്ല കാര്യത്തിനും ഇനി ഉത്തരം കിട്ടാൻ ബാക്കിയുണ്ടോ? എന്റെടാ മോനെ ഒരുപാടുണ്ട് എന്നാ പറയാ. അതാ മനുഷ്യന്റെ സ്ഥിതി. അപ്പൊ ചിലപ്പോ മരിക്കോളം ഉത്തരം കിട്ടിയില്ല. ഇതങ്ങനെ, ഇത് സഡൻ ആക്ഷനാണ്. മറ്റത് ഔലിയാക്കന്മാരോട് പറഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമല്ല, ഉടൻ അങ്ങോട്ട് കിട്ടും. മറ്റത് സർക്കാർ ഓഫീസിൽ നമ്മളെ നാട്ടിൽ അപേക്ഷ കൊടുത്ത മാതിരിയാ, അതിങ്ങനെ ബന്നെങ്കിയായി എന്ന നിലക്കാണ്. ഇതാണ് സാധാരണക്കാരെ ഇവർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ദുആക്ക് ചില ആദാബുകൾ ഉണ്ട് എന്നാ ഇപ്പൊ പഠിപ്പിക്കണത്. അദബ് എന്ന മര്യാദ, ആ മര്യാദയിൽപ്പെട്ടതാണ് മഹാന്മാരെ ഇടയിൽ നിർത്തുക. അപ്പൊ നേർക്ക് നേരെ ഒരാൾ പടച്ചോനെ വിളിച്ചാൽ അത് അദബില്ലാത്ത ദുആണ്. അദബില്ലാത്ത ദുആ എന്താ സ്വീകരിക്കുവോ? കണ്ടകള്, ഈ രീതിയിൽ ശിർക്കും കുഫറും പ്രചരിപ്പിക്കാനാണ് ഈ മാലക്കാട്ടുകാരും മൗലിദുകാരും ജനങ്ങളെ പഠിപ്പിക്കുന്നത്. ഇനി സുഹൃത്തുക്കളെ, ഇതിനെ തോൽപ്പിക്കാൻ വേണ്ടി റിഫായിൻ തരീഖത്തേർ എന്തുണ്ടാക്കിച്ചാല്, നിങ്ങളെ തരീഖത്ത് കൂടിയാ പിന്നെ കുത്തുബിയത്ത് കഴിക്കണം. കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയോ? 1000 വട്ടം മൊയ്തീൻ ശേഖനെ ഒറ്റക്കിരുന്ന് വിളിക്കണം. യാ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീൻ എന്ന് വിളിക്കണം. ഒറ്റക്കിരുന്ന് വിളിക്കുക കുറച്ച് മെനക്കെടാണല്ലോ. അപ്പൊ മുസ്ലിയാക്കന്മാര് 1000 വട്ടം വിളിക്കണീനെ 4 ആൾക്ക് വിഭജിച്ചു കൊടുത്ത് 250 വരെ വീതം 4 മുസ്ലിംമാര്. അപ്പൊ കിതാബ് പറഞ്ഞത് ഒറ്റക്കാകണം എന്നല്ലേ? അതിന് ലേറ്റ് അങ്ങോട്ട് കെടുത്തുക, എന്നാ ഓരോരുത്തരും ഒറ്റക്കായല്ലോ. ഈ കടപ്പുറത്ത് മലശോധനയ്ക്ക് ഇരിക്കുന്ന ആളുകൾ നമ്മളെ നാട്ടിലൊക്കെ നമ്മളെ കണ്ട കണ്ണടി, എന്നാ ഓനൊറ്റക്കായല്ലോ. കുറച്ചു കാലം കഴിഞ്ഞാൽ കുത്തുബിയത്ത് ചിലപ്പോ ഞാൻ അങ്ങനെയാവും, കണ്ണിമ്പീറ്റ് നട്ടപ്പാതിരാക്ക മുത്തം മനുഷ്യന്മാര് വീട്ടിലിരുന്നിട്ട് യോ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീൻ. പച്ചപ്പകലൊന്നും കുത്തുബിയത്ത് നടത്താൻ പറ്റൂല. സൊറുമഞ്ഞ ദഫ്വത്ത് ചെയ്യുന്ന ഉറക്കം മുറിച്ചിട്ട് വേണം. അപ്പൊ 11:30 ഉറങ്ങണമെങ്കിൽ 12 മണിക്കാ കുത്തുബിയത്ത് തുടങ്ങുക. എന്നിട്ട് ഈ ലൈറ്റ് എടുത്തുമ്പോ അരിപ്പടി ഇങ്ങനെ വെതറിയിട്ടുണ്ടാവും ഒരു പീഡത്തുമ്മേ. എന്തിനാ? ഷെയ്ഖ് ഹാളിറാവും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ ഷെയ്ഖിനെ ഹാളിറാക്കാനായി പണി, ഹാളിറായി ഇവന് തെളിയിച്ചു കൊടുക്കാനായി പൊടി. ഒരു മുസ്ലിം കാലയുമൊക്കെ എടുത്തു വെക്കും. വെളിച്ചം വന്ന് നോക്കുമ്പോ കാല് കണ്ടോ, പാവപ്പെട്ട എന്റെ വീട്ടില്
ഷെയ്ഖ് അവറുകൾ വന്നല്ലോ, ഈസി ചെയറിൽ നിന്നിട്ട് വീട്ടുകാരെങ്ങനെ ഇനി 5000 കൊടുത്താൽ എന്താ മുസ്ലിയാർക്ക്? കാരണം ആളിവിടെ ഹാജരാക്കിയല്ലോ. ഇതോടുകൂടി അയാൾ മൊയ്തീൻ തരീക്കത്തിലെ മെമ്പറായി തീർന്നു. മെമ്പറായാൽ പിന്നെന്താ, ഇടറുന്ന നേരത്ത് കൈപിടിക്കാൻ ആളായി, സ്വർഗം റെഡി, നരകത്ത് പോണ പ്രശ്നമല്ല, ഒരിക്കലും തന്നെ കബറിൽ ചോദ്യമല്ല. രക്ഷപ്പെട്ടില്ലേ? ഈ ജാതി കുറുക്കുകയും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തോണ്ടാ ഞമ്മക്ക് ആള് കുറവ്. മാത്രല്ല കൂട്ടരെ, നിസ്കരിച്ച് നോമ്പ് വെച്ച് ഹജ്ജ് ചെയ്ത് സക്കാത്ത് കൊടുത്തൊന്നും ബുദ്ധിമുട്ടണ്ട. ഷെയ്ഖിന് കിട്ടിന്ന് ഷെയ്ഖ് ഇങ്ങോട്ട് തരും. അതെങ്ങനെയാണെന്നറിയോ? എന്റെ മുരീദൂകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവറ്. മുരീദ് നന്നായിക്കോണമെന്നില്ല, ഷെയ്ഖ് നന്നായാ മതി. മുരീദ് കുടിച്ചാലും പിടിച്ചാലും കളിച്ചാലും ഒന്നും ഒരു പ്രശ്നമല്ല. ഷെയ്ഖ് നന്നായ ഷെയ്ഖിന്റെ പവർ ഉപയോഗിച്ചിട്ട് നിങ്ങളെ സ്വർഗത്തിലാക്കും. കോഴിക്കോടും തലശ്ശേരിയൊക്കെ ഈ പുതിയാപ്പിള സമ്പ്രദായം ഉണ്ടല്ലോ, അവിടെ മുസ്ലിയാക്കന്മാര് പറയുന്നത് എന്താ അറിയോ? ഇപ്പൊ നമ്മള് പിയാപ്പിളന്റെ ഒപ്പം ഞമ്മക്ക് ഇഷ്ടമല്ലാത്ത ഒരുത്തം വന്നാല് നമ്മള് വീട്ടിലേക്ക് കയറണ്ടെന്ന് പറയോ? പുതിയാപ്പിള തെറ്റിപ്പോവില്ലേ? നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിലും ഇതുപോലെ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പുതിയാപ്പിള ആരാണ് ഇവരൊക്കെ, മൊയ്തീശേക്ക് പൈസക്കൊക്കെ. അപ്പൊ കുടിയാനെയും പിടിയാനും ഒക്കെ കൊണ്ടാ വരുന്നത്. പടച്ചങ്ങനെ ഇറുക്ക് കണ്ണ് പയൻ, പക്ഷെ മിണ്ടാൻ വയ്യല്ലോ, പുയ്യാപ്പിള തെറ്റൂലേ? ആ മാതിരി നമ്മളെ മെല്ലെ സ്വർഗത്തേക്ക് അങ്ങോട്ട് കടത്തി തരുമെന്നാണ് ഇവർ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആള് പള്ളിയിലുണ്ടാവുമോ? സുബൈക്ക് 4 ആൾ 5 ആൾ സുന്നിപ്പള്ളിയിലുണ്ടാണ്. ഇതിന്റെ കാര്യതാണ്. ആളുകൾക്കൊക്കെ ഇവർ പറഞ്ഞു കൊടുത്തിരിക്കണു, നിങ്ങൾ ഷെയ്ഖിന്റെ സേവ പിടിച്ചാൽ മതി, നിങ്ങൾ ഉടനോടെ സ്വർഗത്തിലെത്തുമെന്ന്. ഇങ്ങനത്തെ കുറുക്കുപോയി മുജാഹിദീങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂല. മുജാഹിദ് ആകാൻ ചില ആളുകൾ പാലക്കാട് പുതുനഗരം എന്ന സ്ഥലമുണ്ട്, കായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് ലീഗിന് കൊടി നാട്ടിയ സ്ഥല. ഒരുപാട് മുസ്ലിമീങ്ങളുടെ, ചില വാർഡിലൊന്നും ഒരൊറ്റ മുസ്ലിം വോട്ടില്ല, അങ്ങനത്തെ മുസ്ലിങ്ങളുടെ സ്ഥല. അവിടെ നമുക്ക് മുജാഹിദ് പള്ളിയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പ്രസംഗം കഴിഞ്ഞാൽ സുന്നികൾ വന്നിട്ട് പറയും, കാര്യങ്ങൾ പറഞ്ഞൊക്കെ ശരി, പക്ഷെ നിങ്ങളപ്പം കൂടി 5 വക്ത് നിസ്കരിക്കണ്ടേ, കൃത്യമായി നിസ്കരിക്കണ്ട, അതിന് നമുക്ക് പറ്റൂല എന്ന് പച്ചയായി തുറന്നു പറയുന്ന സുന്നികളുണ്ട്. കാരണം എന്താണെന്നറിയോ? ഇവരെ മസാല പ്രകാരം നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നോമ്പൂറ്റിലും കുഴപ്പമില്ല, മോല്യന്മാർക്ക് കൊടുക്കാനുള്ള വിഹിതം കൃത്യമായി കൊടുത്ത് റബിയുൽ അവ്വൽ വരുമ്പോ നായ്ക്കരിമ്പിന്റെ കണ്ടെത്തുമ്പേ ഒരു ചെറിയ കടലാസും കഷ്ണം അങ്ങനെ വെച്ചിട്ട് AP മുഹമ്മദ് സിന്ദാബാ, എണ്ണണമെങ്കിൽ എണ്ണീക്കോ, ഓ സ്വർഗത്തിലായി. ഇതാണ് ജനങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കാരണം എന്താ? അവർ പറയാണ്, നമസ്കാരവും നോമ്പുമൊന്നുമില്ലാതെ വെറും മൗലിദ് മാത്രം കഴിച്ചത് കൊണ്ട് എന്താണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. നിസ്കാരവും നോമ്പും വേണ്ടതു തന്നെ. വേണ്ടെന്ന് പറയാനാ പൂതി, വേണ്ടതു തന്നെ. എന്നാലും നമസ്കരിക്കാത്ത ഒരാൾ റസൂലിനോട് പിരിശം വെച്ചാൽ അയാൾക്ക് നബിയുടെ ശഫാഅത്ത് കിട്ടുകയില്ല എന്ന് പറയാൻ പറ്റുകയില്ല. അപ്പൊ ആളുകൾക്ക് എന്തേ മനസ്സിലായി? നിസ്കരിച്ചില്ലെങ്കിലും മെല്ലെ ശഫാഅത്ത് കൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഉടലോടെ കിടക്കാം. വഹാബികൾ പറയുന്നു ചുളിവിൽ കിടക്കാൻ കഴിയുമെന്ന്. ചുളിവിലായാലും കടന്നാൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയുണ്ട്? അപ്പൊ ചുളിവിൽ കിടക്കാൻ, ചുളിവിലായാലും കടന്നാൽ മതിയല്ലോ. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ ചുളിവിൽ കിടക്കുന്ന മാർഗം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയൂല. ഇനി റിഫായി തരീക്കത്തിലുണ്ടാക്കിയ കഥ എന്താണെന്നറിയോ? നിങ്ങളെ തരീക്കത്ത് കൂടി അങ്ങനെ കുത്തുബിയത്ത് കഴിച്ച് കോയിനെ വളർത്തി മോലിയരെ വിളിച്ച് ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ജനിക്കുമ്പോ തന്നെ റിഫായി തരീക്കത്തിന്റെ കുടുംബത്തിൽ ജനിച്ചോനൊക്കെ സ്വർഗത്തിലാണ്. അതിനൊരു കഥ ഉണ്ടാക്കി. റിഫായി ഷെയ്ഖ് ഉമ്മാന്റെ പള്ളിയിൽ പിന്നെ പുറത്തു വരാൻ നേരത്ത് ഒരു സത്യാഗ്രഹം. ഇറങ്ങൂല അഹമ്മദിൽ കബീർ ഇവിടുന്ന്. ഇറങ്ങിയില്ലെങ്കിൽ എന്താ എനിക്ക് തന്നെ പടച്ചോണ്ട് മാറിക്കണ്ടേ? പടച്ച ഔലിയാക്കന്മാരമ്മാന്റെ പള്ള വിളിഞ്ഞാലും അള്ള കുടുങ്ങുമല്ലോ. ഔലിയാക്കന്മാരാണ് പടച്ചോനെ താങ്ങി നിർത്തുന്നത്. സൂഫികളുടെ കണക്കനുസരിച്ച് പടച്ചോനെ താങ്ങി നിർത്തുന്ന ഔലിയാക്കന്മാരാ. അപ്പോ അള്ളാഹു പറഞ്ഞു റിഫായി ഷെയ്ഖിനോട്, റിഫായി ഒന്ന് ഇറങ്ങ്, എന്താ വേണ്ടിച്ച ചെയ്യാ. അവസാനം പറഞ്ഞു, എനിക്കും എന്റെ ബയ്യാൽ തുടർന്നോൽക്കും 4 സുവർക്കങ്ങോട്ട് ഇപ്പൊ തീരെഴുതി തരുമോ? അഹമ്മദുൽ കബീർ ഇറങ്ങൂല, അല്ലെങ്കിൽ കുടുങ്ങിയില്ലേ. അവസാനം പറിച്ച പറഞ്ഞു 4 ഇതൊന്ന് ഇറങ്ങി. അങ്ങനെ മൂപ്പർക്ക് അവർക്കന്ന് 4 സൂവർക്കം കൊടുത്താരേ, ഉടനെ ദുനിയാവിൽ പിറന്ന് വളർന്നോവർ. അങ്ങനെ റിഫായി തരീക്കത്തിൽ ജനിച്ചോൽക്കൊക്കെ സ്വർഗം തീരെഴുതി വാങ്ങിയിട്ട് അതിന്റെ പ്രമാണവും കീസിലിട്ടിട്ടാണ് റിഫായി തരീക്കത്തിന്റെ നടത്തം. ഇപ്പൊ ഞങ്ങളാ ബൽത്ത്. ഇതാ ചോദ്യം. ഈ പ്രകടന പത്രികയുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF പറയും ഞങ്ങൾ അവിടെ ഒരു പാലം ഉണ്ടാക്കും, ഞങ്ങൾ 2 പാലം ഉണ്ടാക്കും. മറ്റോല് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. ആ രീതിയിലാണ് ഈ പ്രകടന പത്രികക്കാർ തമ്മിൽ മത്സരമാണ്. എന്നിട്ട് സുഹൃത്തുക്കളെ, റിഫായി മാല കുറച്ചങ്ങോട്ട് ചെല്ലി നോക്കിയാല് ഈ സ്വർഗം മൂപ്പര് കരിഞ്ചന്തൊക്കെ വിറ്റ കഥയെ പിന്നെ കാണുന്നത്. അതെന്താ വെച്ചാല് അവിടെ ഇസ്മായിലൊക്കെ ഉണ്ട്. ഇസ്മായിലൊക്കെ നല്ലൊരു എസ്റ്റേറ്റ് ഉണ്ട്. അപ്പോ റിഫായി തങ്ങൾ കൈമൊക്കെ കമ്പം തങ്ങൾ പാപ്പ എന്നിട്ടുണ്ട്, ഇസ്മായിലൊക്കെ ആ എസ്റ്റേറ്റ് നമുക്ക് തരും. തരൂല്ല തങ്ങൾ പാപ്പ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പല വില ഇയാൾ പറഞ്ഞു നോക്കി, സ്വീകരിക്കണ്ട.
ശരി, നിങ്ങൾക്ക് എന്താ കിട്ടണ്ടേ? നിങ്ങൾ ദുനിയാവിലുള്ള എന്ത് മുതലെന്നാലും നിങ്ങൾക്ക് പേന തരൂല. എന്നാ ശരി, ഞാൻ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് സത്യാഗ്രഹം ചെയ്ത് വാങ്ങിയിട്ടുള്ള 4 സ്വർഗണ്ടാണ് തന്ന ഇസ്മായിലേജ് തരുവച്ചു. തരാതെ മൂപ്പര് പേയാണ് കൊടുത്ത്. അങ്ങനെ 4 സ്വർഗം മൂപ്പര് എസ്റ്റേറ്റിന് പകരം വിറ്റു. തെരീക്കത്തേർ ഇപ്പൊ കിട്ടും സ്വർഗം വിചാരിച്ച മൂപ്പര് കരിഞ്ചന്തൊക്കെ വിറ്റാണ്. എന്നിട്ടോ അതിന്റെ രജിസ്ട്രേഷൻ കഴിയുന്നതിന് മുമ്പ് ഇസ്മായിലൊക്കെ മരിച്ചുപോയി. അങ്ങനെ ആകെപ്പാടെ തെരഞ്ഞു പിടിച്ചോമ്പോ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ, നോക്കുമ്പോ കവറിന്റെ പുറത്തുണ്ട് പ്രമാണം. ഇസ്മായിലാക്ക മൂപ്പര 4 മക്കൾക്കും ഓരോ സ്വർഗം എഴുതി വെച്ചാണ്. ഇപ്പൊ ഇസ്മായിലാക്കും കിട്ടിയില്ല, മൂപ്പര 4 മക്കൾക്ക്. നോക്കി നിങ്ങൾ ഈ ജാതി കള്ളക്കഥകളൊക്കെ വിശ്വസിച്ചാലേ എന്താവുള്ളൂ? സുന്നിയാവൂ കണങ്ങള്. ഇതിനാണ് ഖുറാഫി എന്ന് പറയാ. ഇത് സുന്നിയല്ല, ഇതൊരു തരം ചന്നിയാണ്. ഇത് അങ്ങനെയൊന്നും ഇറങ്ങൂല. ഇങ്ങനത്തെ 4 പ്രസംഗം കേട്ടാൽ തന്നെ ഇറങ്ങുള്ളൂ. കുറെ ആൾ ഇങ്ങനെ ഈ ചന്നി കൂടിയോലായിരുന്നു, അതൊക്കെ ഇറങ്ങിപ്പോയില്ലേ? സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിനും ഹദീസിനും എതിരായിട്ട് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ മുസ്ലിം സമുദായത്തിൽ പ്രചരിപ്പിക്കുന്നവരാണ് ഇവര്. ഫൈന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ് വാസ്തഖ സുനനി സുനന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഉത്തമമായ സംസാരം അല്ലാഹുവിന്റെ കിതാബാണ്. ഏറ്റവും ഉത്തമമായ ചര്യ റസൂലുള്ളാഹിന്റെ ചര്യയാണ്. അതിനപ്പുറം വലിയ കിതാബില്ല. മൊയ്യൊന്നും കളയാതെ ചൊല്ലിയ സ്വർഗം കിട്ടുന്ന കിതാബ് അള്ളാന്റെ കിതാബിനെക്കാളും വലിയ കിതാബുണ്ടോ സുഹൃത്തുക്കളെ? അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള കിതാബുകളും ഖുർആനിനും ഹദീസിനേക്കാളും പുണ്യമുള്ള ഒരൊറ്റ കിതാബുമില്ല, നിങ്ങൾ മനസ്സിലാക്കിക്കോളി. പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ എന്താ പറയാറിയോ? ഇങ്ങനെ സംഭവിച്ചിനി എന്താ തെളിവ്? അതിനൊക്കെ ന്യായീകരണങ്ങളാണ്, യുക്തിവാദത്തിന്റെ ന്യായീകരണങ്ങളാണ് സുഹൃത്തുക്കളെ. അമ്മാമനും മരുമകനും ഒളിച്ചു കളിച്ചൊരു കഥ ഉണ്ട്. അമ്മാമൻ എന്ന് പറഞ്ഞാൽ റിഫായി ഷെയ്ഖ്, മൂപ്പര മരുമകനാര് മൊയ്തീൻ ഷെയ്ഖ്. രണ്ടാളും തമ്മിൽ ഒളിച്ചു കളിക്കുക, അമ്മാവനും മരുവനും. അതില് റിഫായി ഷെയ്ഖ് ഒളിച്ചു. തെരഞ്ഞെടുക്കുന്ന ആളാര്? മൊയ്തീൻ ഷെയ്ഖ്. തെരഞ്ഞിട്ട് എവിടെയും കാണാനല്ല. അപ്പൊ കുട്ടികളുടെ ഒഴിച്ചോന്ന് ചോദിക്കും, കിട്ടാഞ്ഞാല് ഒഴിച്ചോന്ന് ചോദിക്കും. എവിടെ ആ ഒഴിച്ചു എന്നാണ്. ഉടനെ തന്നെ മൂപ്പര് കണ്ണും പുരികത്തും ഇട്ടും ഒരൊറ്റ ചാടല്. എന്റെ കണ്ണും പുരികത്തുമ്പോ ഞാൻ കയറി നിന്ന് കണ്ടോന്ന്. കാരണം എന്താ മറ്റേ പറഞ്ഞിട്ടുണ്ട്, കണ്ണ് കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവറ്. കണ്ണ് കാണാത്തതും കൽഭാഗത്തുള്ളൊക്കെ പറയുന്ന ആളല്ല. എന്നിട്ട് എന്തിയെ ഞാൻ കണ്ണും പുരികത്തും ഇരുന്നിട്ട് കണ്ടോ? അതിന് മുസ്തഫൽ വൈസിന്റെ വ്യാഖ്യാനം, വലിയ വസ്തുവിനെ ചെറുതാക്കുവാനും ഒരു തന്മാത്രയോളം വലുപ്പമാക്കുവാനും അല്ലാഹുവിന് സാധിക്കും. ചെറിയൊരു തന്മാത്രയിൽ വലിയ മനുഷ്യനെ സൃഷ്ടിക്കുവാനും അല്ലാഹുവിന് സാധിക്കും. ആർക്കാ പോയി തർക്കം? റിഫായിനെ പേനിന്റെ എത്ര ആക്കി എന്നുള്ളതിന് ഇതിന് വല്ല തെളിവുണ്ടോ? ഒരു പേനിന്റെ മാതിരി ആക്കണ്ടേ റിഫായിനെ കണ്ണും പുരിയത്തും ഇരിക്കാന്? സുഹൃത്തുക്കളെ, എങ്ങനത്തെ ന്യായീകരിക്കാണ്? ഇങ്ങനെ എന്തിനേയും ന്യായീകരിക്കുന്ന ആളുകളാണ് സുഹൃത്തുക്കളെ ഇപ്പോ ഇതിന്റെ ആളുകളായി ചമഞ്ഞ് നടക്കുന്നത്. മാത്രമല്ല, ഈ സാധനങ്ങൾക്കറിയോ, പുതിയ മുഹിയദ്ദീൻ മാല് അസ്രായേലിന്റെ കൊട്ട തട്ടിയ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ ഇന്നാള് പ്രസംഗിച്ചപ്പോ മുസ്ലിയാക്കന്മാര് പറഞ്ഞു അങ്ങനെ ഒരു മാലിന്യല്ല. ഇല്ല, നിങ്ങളെ മുതോത്തി ഞങ്ങൾ വെച്ചിട്ടു വല്ലത് ഇല്ല, നിങ്ങൾ എഴുതി വിട്ടാലതൊക്കെ. എന്നിട്ട് ഇല്ലാന്ന് പറയാ, കണ്ട കീറ കിതാബൊക്കെ എഴുതി വിടുന്നത് ഞങ്ങൾ നല്ലാന്ന് പറയാം. ഇത് കേട്ടോളൂ, ഇതാരാണെന്ന്. ഇതാ ഈ നേർച്ചപ്പാട്ടിനെ പാക്കാനാലകത്ത് കുറച്ച് വാങ്ങിക്കണം, പഴയത് 1950 കുഞ്ഞു മൊയ്തീൻ കുട്ടിയാൽ ഉണ്ടാക്കപ്പെട്ടതാകുന്നു. മുമ്പുള്ള മുഹിയദ്ദീൻ മാലയിൽ ഫെടാത്ത പല കശ്ഫ് കറാമത്തുകളും മൊയ്തീൻ ശൈഖ് തങ്ങളെ ഫേറുകൾ 99 ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. തങ്ങളെ ഫേർ പറയുന്നവർക്ക് അള്ളാഹുവിന്റെ ഫേറിനെ ചൊല്ലിയ സവാബിനെ കിട്ടുമെന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഇതിനെ പാടുന്നതും സൂക്ഷിക്കുന്നതും സ്ഥലങ്ങളിൽ എല്ലാ ബർക്കത്തുകളും ഉണ്ടാകും. ലാ ശക്ക ഫീഹി, സംശയം വേണ്ട. മാത്രല്ല, മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട ഇതിനെ ചൊല്ലി മഖ്ദൂം പുതിയകത്ത് കുഞ്ഞിബാവ മുസ്ലിയാരും കൂടി നമ്മാക്കാനകത്ത് അബ്ദുള്ള കുട്ടി മുസ്ലിയാരും കൂടി പരിശോധിച്ച് ഖത്ത് തീർത്തതാകുന്നു. അപ്പൊ ഇതിൽ യാതൊരു സംശയമല്ല, പരിശോധിച്ച് ഖത്തൊക്കെ തീർത്തിന് മുസ്ലിയാമാര് മഖ്ദൂം കുടുംബത്തിൽപ്പെട്ടവർ കൂടി. ആ ജാതി നേർച്ചപ്പാട്ട. അള്ളാഹ്ക്ക് 99 പേരിൽ വരെ മൂപ്പർക്ക് ഇതിൽ എത്ര പേരുണ്ട്? 99. അള്ളാഹുവിന്റെ 99 പേര് മൻ അഹ്സാഹാ ദഖലൽ ജന്ന എന്നാണ്. അത് ക്ലിപ്തപ്പെടുത്തി പറഞ്ഞ് പ്രാർത്ഥിച്ചവർ സ്വർഗത്ത് കടക്കുന്നു. ഇയാളെ പേര് പറഞ്ഞാലും അതേ സവാബ് കിട്ടുന്നതാണ് ഈ മാലി പറഞ്ഞിരിക്കുന്നത്. ഇത് ബെറുതല്ലാന്ന് പേര് എങ്ങനെ പറയാ? പുതിയ ശരിയായ കോപ്പി ഞങ്ങൾ ഇതിപ്പോ ഫോട്ടോസ്റ്റാറ്റെ കൊണ്ടുനടക്കലുള്ളൂ ഞങ്ങള്, മനസ്സിലായില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇത് ഞാൻ ഇതുവരെ ചെല്ലിയത് പഴയ മൊയ്തീൻ മാല. ഇത് 1950 ഉണ്ടാക്കിയതാണ് പുതിയ മൊയ്തീൻ മാല. പൊന്നാനി അച്ചുകൂടത്തിൽ അടിപ്പിക്കപ്പെട്ട പാട്ടാണിത്. അതുകൊണ്ട് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഇതിൽ പറയുന്നുണ്ട്,
നമ്മൾ അള്ളാഹിനെ കുറിച്ച് എന്താ വിശ്വസിക്കുന്നത്? അവൻ അസീസാണ്, അവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അവൻ ജബ്ബാറാണ്, എല്ലാത്തിനും കഴിയുള്ളവരും എല്ലാത്തിനെയും കീഴടക്കുന്നവരുമാകുന്നു. പടച്ചവനെ തോൽപ്പിച്ച ചരിത്രം തന്നെ ഇല്ല. മദ്രസയിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, സുന്നി മദ്രസയിൽ പഠിപ്പിക്കും, പടച്ചവന്റെ വാജിബായ സിഫത്താണെന്ത്? ഖുദ്റത്ത്, എല്ലാത്തിനുമുള്ള കഴിവ്. അവന്റെ മുസ്തഹീലായ സിഫത്ത്, അവൻ ഉണ്ടാകാൻ പാടില്ലാത്ത, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സിഫത്താണ് അജ്സ്, അശക്തി. എല്ലാത്തിനും കഴിയും, ഒന്നും അവന് കഴിയാത്തതായിട്ടില്ല. പക്ഷെ ഈ മാലയില് ശൈഖന്മാരുടെ മുമ്പിൽ അള്ളാഹു തോറ്റ് പിന്മാറുന്ന വരികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മച്ചിയായ പ്രസവിക്കാത്ത പെണ്ണ്, മരടിയായുള്ള സീറിക്കൊരു കുട്ടിയെ മന്നാനെ നൽകി നീ അങ്ങ് മൊളിന്തോബറ്. മച്ചിയായ മുജീദത്ത് ശൈഖിന്റെ അടുത്ത് വന്നേ, കുറെ കാലം എനിക്ക് കുട്ടികളുണ്ടായിട്ടില്ല. അപ്പൊ മൂപ്പരെന്ത് ചെയ്തു? മറുപടി ലൗഹിൽ ആവർക്കില്ല പിള്ളകൾ കൊടുക്കുന്നു മുറുക്കുന്നു 2 കോടിക്ക് നിതയാനേ. അള്ളാഹിന്റെ വിധി തീരുമാനങ്ങളൊക്കെ രേഖപ്പെടുത്തിയ ലൗഹിൽ മഹ്ഫൂദുമായിട്ട് മൂപ്പര് ബന്ധപ്പെട്ടു. ഉടൻ അതാ ഈ പെണ്ണിന് കുട്ടിയുണ്ടോ? അപ്പൊ അള്ളാഹിന്റെ തീരുമാനത്തിൽ ആ പെണ്ണിന് കുട്ടി കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഒന്നില്ലെങ്കിൽ 2 കൊടുക്ക്. നമ്മളെക്കാൾ വലിയവരോട് പറയുമ്പോ ഒന്നില്ലെങ്കിന്നവരാരെങ്കിലും അല്ലേ, 6 മാസം ഗർഭം ധരിച്ചിട്ടാണ് പോയാലും വേണ്ടില്ല, എന്നാലും ഓൽക്കൊരു പൂതിക്ക്. ഇതല്ല, ഒന്നില്ലെങ്കിൽ 2 കൊടുക്കുക. അപ്പൊ അള്ളാഹുവിന് 2 കൊടുക്കാൻ പറ്റൂല. മുറുക്കുന്ന 2 കൊടുക്കുന്നത് ചെയ്യാൻ കൊടുക്കാൻ എളുപ്പത്തിൽ, അല്ലെങ്കിൽ 3 എണ്ണം കൊടുക്കണം അങ്ങീനെ 7ഓളം ബിണ്ടോവറ്. 2 ഇല്ലാണ്ടപ്പോ 3 കൊടുക്ക്. പഠിച്ചമ്മ 3 കൊടുക്കൂല, എന്നാ 4 കൊടുക്ക്. 4 കൊടുക്കൂല, എന്നാ 5 കൊടുക്ക്. ഇയാളങ്ങോട്ട് പറഞ്ഞു കയറി 7 നിർത്തിയപ്പോ അല്ല പറഞ്ഞു, ഇനി പറയല്ല മൊയ്തീശേക്ക്, ഞാൻ 7 കൊടുത്തോളാന്ന്. കണ്ടോ, 800 തീരും മുമ്പായിറയോവൻ എംപി ഞാൻ 7 കൊടുപ്പാമതെന്നോവറ്. പറയല്ല മൊയ്തീശേക്ക്, എന്നാ ഞാൻ 8 കൊടുക്കേണ്ടി വരുമ്പോ, എന്നാ 7 നിർത്തിക്കാളാ. കണ്ടോ, പാരാ ജയിച്ചത്? മൊയ്തീശേഖ് ജയിച്ചു. അള്ളാന്റെ തീരുമാനത്തേക്ക് മൂപ്പര് അല്ലി ചില്ലിയാക്കി. പടച്ചോനെ ഒരു കുട്ടിയെപ്പോലും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലാത്ത വ്യക്തിക്ക് ലൗഹുൽ മഹ്ഫൂദിലെ തീരുമാനത്തെ മാറ്റിമറിച്ച് പടച്ചവന്റെ ഖലാവും കതിരും ഒക്കെ പിച്ചി ചീന്തി 7 കുട്ടിയെ സഡൻ ആക്ഷനിലൂടെ കുടിപ്പിച്ചു. ഇപ്പൊ ആരാ വലുത്? കണ്ടോ, ഇതൊക്കെ ചെല്ലിയ പോയി കുളിച്ചിട്ട് 2ാമത് ശഹാദത്തിൽ മെല്ലണം. ആ ജാതിയ ഇതൊക്കെ. ഇസ്ലാം ദീനിന്ന് ക്ലീൻ ഔട്ടാവും. പടച്ചവനെ കുറിച്ച് നമ്മുടെ വിശ്വാസം എന്താണ്? وما كان الله ليعجزه من شيء في السماوات ولا في الأرض إنه كان عليما قديرا. ആകാശഭൂമികളിലുള്ള ഒന്നിനും തന്നെ ഒരാൾക്കും തന്നെ അള്ളാഹുവിനെ പരാജയപ്പെടുത്താനോ തോൽപ്പിക്കുവാനോ സാധ്യമല്ല. അവനെല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനുമാകുന്നു. പടച്ചവന് കഴിയാത്തതൊന്നുമില്ല. ഇതോ ഔലിയാക്കന്മാരെ ഓഫീസിലെ പ്യൂണിന്റെ പണിയാ പടച്ചവന്. എന്താ മൈത്തിനെ വേണ്ടത്? 3 കൊടുക്ക്, 3 ഇനി എന്താ വേണ്ടത്? ഇങ്ങനെ നിൽക്കുക പടച്ചവൻ. നഊദു ബില്ലാഹ്. പറഞ്ഞാൽ തന്നെ കുഫറായി പോകും. ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ അള്ളാഹിനോട് കാവലിനെ ചോദിക്കാണ്. ആ രൂപത്തിലാണ് സുഹൃത്തുക്കളെ മാലകളിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹു ഉദ്ദേശിച്ചവരെ ഉദ്ദേശിച്ച സമയത്ത് അവൻ മരിപ്പിക്കുന്നു. അള്ളാഹു മരിപ്പിക്കാൻ തീരുമാനിച്ചവർക്ക് ജീവൻ കൊടുക്കാൻ ആർക്കും കഴിയില്ല. വല യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അവധിയെത്തിയാൽ പിന്നെ പിന്തിക്കുന്ന പ്രശ്നമേ ഇല്ല. മനുഷ്യൻ പറഞ്ഞു നോക്കുന്ന കുറച്ചുകൂടി പിന്തിക്ക്, ഞാൻ നിസ്കരിച്ചോളാ, സദക്ക കൊടുത്തോളാ, അല്ലേ, അതുവരെ സുബൈക്ക് നീക്കാത്ത ഇവിടുന്ന് കാര്യമാവുന്ന ഉറപ്പാവുമ്പോ നിസ്കരിച്ചോളാ എന്നൊക്കെ പറയും. അതുകൊണ്ട് കാര്യമല്ല. അള്ളാഹു ഒരിക്കലും തന്നെ പിന്തിക്കുന്ന പ്രശ്നമേ ഇല്ല. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. നിങ്ങൾക്ക് മരണത്തെ നിശ്ചയിച്ചത് കണക്കാക്കിയത് നമ്മളാണ്. ആ നിശ്ചയിച്ച സമയത്തിന് നിങ്ങളെ മരിപ്പിക്കുന്നതിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. മലക്കുൽ മൗത്തിനെ അയക്കും. മലക്കുൽ മൗത്തിന്റെ കൂടെ വേറെയും കുറെ മലക്കുകളെ തലക്കും പുറത്തിരുന്നിട്ട് നല്ല ആത്മാവാണെങ്കിൽ പൂജയിൽ നിന്ന് ജലം ഒഴിയുന്ന റൂഹ് കയ്യിലേക്ക് വരുന്ന പറഞ്ഞത്. ചീത്താത്മാവാണെങ്കിൽ ധാരാളം വലിയൊരു പഞ്ഞിക്കെട്ട്, നനഞ്ഞ പഞ്ഞിക്കെട്ടിനുള്ളിലും ധാരാളം കണകളുള്ള ഒരു ഇരുമ്പ് തണ്ട് വലിച്ചെടുക്കുന്നത് പോലെ വലിച്ചെടുക്കും. പൃഷ്ഠമകൻ അങ്ങോട്ടിട്ടും ഇങ്ങോട്ടിട്ടും എടങ്ങേറായി മരിക്കും. എന്നാലും വിടൂല പടച്ചോന്നാ പറഞ്ഞത്. ഒരാൾക്കും ജീവൻ തിരിച്ചു കൊടുക്കാൻ അള്ളാന്റെ റസൂലിന് പോലും സാധിച്ചിട്ടില്ല. ഒരിക്കൽ സൈനബ റളിയല്ലാഹു അൻഹയുടെ കുട്ടി, നബിന്റെ മകളുടെ കുട്ടിക്ക് സുഖല്ല എന്ന് പറഞ്ഞിട്ട് നബിന്റെ അടുത്ത് ആളയച്ചു. നബി ചെന്നപ്പോ കുട്ടി ഇങ്ങനെ സക്കറാത്തിലാണ്, കയ്യിലേക്ക് എടുത്തു കൊടുത്തു. കുട്ടി സക്കറാത്ത് കണ്ടിട്ട് അള്ളാന്റെ റസൂൽ കരഞ്ഞു. അഷ്റഫുൽ ബശറായ റസൂലുള്ളാഹിക്ക് നിസ്സഹായനെ പോലെ കരയാനല്ലാതെ മകളുടെ കുട്ടിക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്തിനാ നബി നിങ്ങൾ കരയുന്ന സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്. റസൂല് പറയാണ്, സഅദേ, ഇതെന്റെ ദൗർബല്യമല്ല. ആദിഹി റഹ്മത്തുൻ ജഅലഹ അല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹിർ റഹമാ. അല്ലാഹു അവന്റെ അടിയാറുകളെ ഹൃദയത്തിൽ ഏർപ്പെടുത്തിയ കാരുണ്യത്തിന്റെ അംശമാണിത്.
അള്ളാഹ് മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരോടെ അള്ളാഹ് കരുണ കാണിക്കൂ സഅദേ. കുട്ടി മരിച്ചിട്ടാ റസൂൽ സാഹിബ് തിരിച്ചു പോന്നത്. ഇബ്രാഹിം എന്ന കുട്ടി നബിന്റെ സ്വന്തം മകൻ മരിച്ചിട്ട് യാ ഇബ്രാഹിം ഇന്നാ ബിഫിറാഖിക ലമഹ്സൂനൂൻ, മോനെ നിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിക്കുന്നു എന്ന് വിതുമ്പി പറയാനല്ലാതെ അഷ്റഫുൽ ബശറായ റസൂലുള്ളാഹിക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ മുഹിയുദ്ദീൻ ശൈഖ് തന്റെ മുരീദത്തിന്റെ ഭർത്താവ് മരിച്ചപ്പോ മലക്കുൽ മൗത്തിനെ വിളിച്ചിട്ട് ആ റൂഹ് തിരിച്ചു കൊടുപ്പിച്ചുവെന്നും അന്ന് മരിച്ചവർക്ക് മുഴുവനും അതിന്റെ പ്രതികാരമായിട്ട് അദ്ദേഹം ജീവൻ കൊടുപ്പിച്ചു എന്നാണ് ഈ മാലയിൽ പഠിപ്പിക്കുന്നത്. കണ്ടോ, നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിഹസിക്കുന്ന മാലകളാണ്. എന്താ പറഞ്ഞറിയോ? വലിയ ഒരു ഹാദിം മൗത്തായ സങ്കടം അവരെ സൗജത്ത് വന്ന് പറഞ്ഞാരെ, എന്റെ ഹാദിമിന്റെ റൂഹന്നിൽ താരണം എന്ന് മാലകുൽ മൗത്തോട് കേട്ടോവർ, തനിയോന്റെ അരുളാൽ പൂടി താതയെങ്ങനെ താരും ഞാനെന്ന് മാലക്ക് നബിണ്ടോവർ, നബിൽ കേട്ട് കയ്യില്ല മരർ പിടിത്തുള്ള ജംബീലൈ വേഗം പീഡിത്ത് പാടിത്തോവർ, അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ. അന്തകൊട്ട തമിഴ, ആ കൊട്ട തുറന്നിട്ടാതി തന്നിൽ ഉള്ള ഉയരുകളെ തുള്ളി പറപ്പിച്ച് പാറ്റി വീടുത്തോവർ, വിട്ടതൈ കണ്ട് ആസിറായിലല്ലാന്റെ ബലിമഹാളിറത്തിയിലെത്തി പറഞ്ഞോവർ. അപ്പോൾ മാലകോട് അല്ലാ അരുളിയെ ഒന്നു കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചതീതന്റെ കൗസല് പൂതി പോൽ ഞാനോരിൽ കൊടുപ്പാവനെന്നോവർ. കണ്ടോ, കുട്ടിയെ കൊടുക്കാൻ വേണ്ടി, മരിച്ച ആളെ റൂഹിനെ കൊടുക്കാൻ വേണ്ടി പെണ്ണ് വന്ന് അലവറിട്ട് കഴിഞ്ഞപ്പോ ആ മലക്കുൽ മൗത്തിനെ വിളിച്ചാണ്. മലക്കുൽ മൗത്ത് ജിബീലൊക്കെ മൂപ്പരെ കസ്റ്റഡിയില്ല. മലക്കുൽ മൗത്ത് ഇങ്ങനെ വന്നേ, എന്താ ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ റൂഹാണ് കൊടുക്കുക. മലക്കുൽ മൗത്ത് കുറച്ച് സ്റ്റേണായിട്ട് അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ കൊടുക്കണത് അല്ല പറഞ്ഞു വിളിച്ചല്ലേ മൂപ്പരിട്ട് എണീറ്റില്ല. എണീറ്റ് എന്നല്ല, മലക്ക് അപ്പം സ്റ്റഡിയായി. മലക്ക് പറന്നു എന്നാ തഫ്രീൽ ഖാത്തിർ പറഞ്ഞ. മലക്കിന് പറക്കും, മലക്കിന് ഒരുപാട് ചിറകുണ്ട് എന്നാ ഖുർആൻ പറഞ്ഞു. പറന്നപ്പോ ഔലിയ വിടുവോ, മൂപ്പരും പറന്നു എന്നാ. അന്തരീക്ഷത്തിൽ പിടിവലിയായി. അപ്പൊ മാലക്കാരൻ പറയുന്നത് ഈ മലക്കുൽ മൗത്ത് അസ്രായിൽ എന്ന് അത് പറയണ്ട. അസ്രായിൽ എന്ന് ശരിക്കും ഹദീസിലൊന്നും ഇല്ലാത്ത പേരാ, പണ്ട് അങ്ങനെ പറഞ്ഞു തരുന്നതാ. ഈ ഒരു കൊട്ട ഉണ്ടായിരുന്നു അസ്രായിലിന്റെ ഇരുന്ന. അപ്പൊ എന്റെ വിചാരം മീൻ പിടിച്ചോണ്ടിരുന്ന മരുന്ന് കൊട്ടയിലാ കൊണ്ടിരുന്ന. ഈ കോട്ട ഇങ്ങോട്ട് പിടിച്ചു വാങ്ങിയെന്ന് മലക്കിന്റെ അടുത്ത് നെയ്. മലക്കിന്റെ കഴിവ് എവിടെയാ കൂട്ടരെ? മലക്കിന്റെ യഥാർത്ഥ രൂപം കണ്ടിട്ട് അള്ളാന്റെ റസൂലും കൂടി ബോധം കെട്ട് വീണു എന്നറിഞ്ഞ് അല്ലേ? ജിബ്രീലിനെ കണ്ടിട്ട് പനിച്ച കഥ നമ്മൾ കേട്ടിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, പിടിച്ചിട്ട് കോട്ട ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഒരൊറ്റ തുറക്കല്. അതോടുകൂടി അന്നത്തെ റൂഹുകൾ മുഴുവനും ഔട്ടായി. ആഫ്രിക്കയിൽ നിന്ന് മരിച്ചോലും, പൊന്നാനിയിൽ നിന്ന് മരിച്ചോലും, അതുപോലെ തലശ്ശേരിയിൽ നിന്ന് മരിച്ചോലും, അമേരിക്കയിൽ നിന്ന് മരിച്ചോലും, ബഹ്റൈനിൽ നിന്ന് മരിച്ച എല്ലാവർക്കും ഒന്ന് ജീവൻ തിരിച്ചു കിട്ടി. അസ്രായിലാകെ ബുദ്ധിമുട്ടിയില്ല. പടച്ചോന്റെ അടുത്ത് ഇന്നത്തെ പണി ഇവൻ വെള്ളത്തിലായല്ലോ. എന്നാ പടച്ചോന്റെ അടുത്ത് എന്നാ എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നിച്ചാ പടച്ചോന്റെ അടുത്ത് ചെന്ന് പടച്ചോന്റെ അടുത്ത് ഇങ്ങനെ ചെന്ന് പറഞ്ഞു, എന്താ അസ്രായിലേ അല്ലെ നമ്മളെ കൊട്ടന്ന് മൂപ്പര് തട്ടി. അപ്പൊ അള്ളാഹ് എന്താ ചോദിക്കണറിയോ? ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ? ചോദിച്ചത് ഇതെന്റെ ഹൗസല്ലേ? ഒന്നങ്ങോട്ട് ചോദിച്ചപ്പോ കൊടുത്താ പോരെ അസ്രായിൽ. എന്നാ ഈ പ്രശ്നമൊക്കെ ഉണ്ടാവും. ആരാ ചോദിച്ചത്? ആളെന്ന് മനസ്സിലാക്കണ്ടേ? ഞാൻ തന്നെ അയാളെ ഹൗസേന്നാ വിളിക്കല്. സഹായമേ, പടച്ചോൻ വരെ സഹായമേന്ന് വിളിക്കുമ്പോ എത്ര വലിപ്പം ഉണ്ടാവും. ഇതൊന്നും മനസ്സിലാക്കണ്ടേ? ഹൈ ഹൈ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ആട്ടി വിട്ടുന്നാ. കണ്ടങ്ങള് പൂതി പോൽ ഞാനോരിൽ കൊടുപ്പവനെന്നവർ ഓർക്ക് പൂതിയുള്ളതൊക്കെ കൊടുക്കാന്ന് ഞാൻ ഏറ്റ കാര്യം നിനക്ക് അറിഞ്ഞൂടോ? ആരോട്? നിങ്ങൾ ആലോചിച്ച് നോക്കി. മലക്കുൽ മൗത്തും പടച്ചോനൊക്കെ ഇയാളെ മുമ്പിൽ തോറ്റുപോയി. പഞ്ചപുച്ച മടക്കി നിൽക്കണം, ഒന്നും പറയാൻ വയ്യ മൂപ്പര സൂപ്പർ പവറിന് മുമ്പിൽ. ഇതാ ഞാൻ പറഞ്ഞ, ഇതൊക്കെ പാടിയ പോയി കുളിച്ചിട്ട് രണ്ടാമത് ഷഹാദത്തിൽ മറ്റു മുസ്ലിം ആകണം. അജാതി കുഫറാണ് ഇതൊക്കെ. ഇതൊക്കെ ന്യായീകരിച്ചാലേ സുന്നിയാവുള്ളൂ. ഇതൊക്കെ നിങ്ങൾ കേൾക്കാണ്ടിരിക്കാൻ അവര് കുസുകുസ് ഉണ്ടാക്കിയ നേരത്തെ, മനസ്സിലായി ഞങ്ങള്? അതുകൊണ്ടൊന്നും ഈ സത്യത്തെ മൂടി വെക്കാൻ കഴിയൂല. എത്ര കാലം ഈ പാവപ്പെട്ട ജനങ്ങൾ നിങ്ങൾ നൊകം വെച്ച് നടന്നു. ഇനി ആളുകളെ നൊകം വെക്കാൻ കിട്ടൂല. ആളുകൾ കുറച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്, പഠിക്കുകൾ ചിന്തിക്കുന്നു, പഠിക്കുന്നു, വായിക്കുന്നു, ചോദിക്കുന്നു, അറിയുന്നു. അങ്ങനെ അറിവുള്ള ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആളെത്ര ഉണ്ട് എന്നുള്ളത് പ്രശ്നമല്ല. കാരണം ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിനും കൂടി മത്സരിക്കാൻ വിചാരിച്ചിട്ടില്ല. ഉള്ളോലും മതി, നല്ലോണം ബോധ്യപ്പെട്ടോ വന്നാൽ മതി. ഇതിൽ വന്നാൽ വലിയ ചക്കരയൊന്നുമല്ല. ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഒറ്റപ്പെടും, നാട്ടിൽ നിന്ന് ഒറ്റപ്പെടും, പലതരത്തിലുള്ള ബുദ്ധിമുട്ട്. എന്നെ മറയൂല എന്നൊക്കെ പറയും. മറയൂല പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പൊ പേടിയെന്നല്ല. എന്നാ ഇജ്ജ് തിന്നോ അവിടെ കൊണ്ടുവച്ചു കൊടുക്കും.
ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, പിന്നെ പോലീസ് പോലിട്ടേക്കോളും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമിന് അവിടെ ശ്മശാനുണ്ടോ അവനെ മറവ് ചെയ്തിരിക്കും. ഒരു പേടി ഞങ്ങൾക്ക് ആ കാര്യത്തിലില്ല. അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ഈ ദീൻ പ്രചരിപ്പിക്കുന്നതിൽ പേടിക്കുന്നുള്ളൂ. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും മുസ്ലിമീങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി കീറ കിതാബുകൾ ഉണ്ടാക്കി കാര്യലാഭങ്ങൾക്ക് വേണ്ടി ഈ ദീനിനെ വിറ്റു തിന്നുന്ന പുരോഹിതന്മാരെ നിങ്ങൾ തിരിച്ചറിയണം. സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്ത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് ജൂതകസ്തീയ പണ്ഡിതന്മാരെ കുറിച്ച് പറയാണ്. സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കുകയും തുച്ഛമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം പടച്ചവന്റെ അടുത്തുള്ള ഗ്രന്ഥങ്ങളാണെന്ന് പറയുകയും ചെയ്യുന്നവർക്ക് നാശം. അവരവരെ കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയവർക്ക് നാശം, അത് മുഖേന അവർ സമ്പാദിച്ചവർക്കും നാശം. ഇതാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ജനങ്ങൾ ശ്രദ്ധ തിരിക്കാൻ മാലപ്പാട്ടുകളും മൗലീദുകളും പക്ഷിപ്പാട്ടുകളും കുപ്പിപ്പാട്ടുകളും കിസ്സപ്പാട്ടുകളും ഏടുകളും മാലകളുമായി സമുദായത്തെ വഴിതെറ്റിച്ച പുരോഹിതന്മാരെ നിങ്ങൾക്കൊരിക്കലും ഈ സമുദായത്തെ നഖം വെച്ച് മേയാൻ കഴിയുകയില്ല. ജനങ്ങൾ ചിന്തിക്കാനും ഖുർആനും ഹദീസും പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ നിങ്ങൾ എത്രയൊക്കെ തടസ്സപ്പെടുത്തിയാലും വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ്. അവർ അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു ബിഅഫ്വാഹിഹിം, അവരുടെ വായകൾ കൊണ്ട്. പക്ഷേ അല്ലാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, സത്യനിഷേധികൾക്ക് അത് വെറുപ്പാണെങ്കിലും ശരി. ഈ ആയത്താണ് ഞങ്ങൾക്കുള്ള പ്രചോദനം. ഞങ്ങൾക്കാളും അർത്ഥവും കുറവായിരിക്കും, സ്വാധീനം കുറവായിരിക്കും. പക്ഷെ അല്ലാഹുവിന്റെ ദീൻ കലർപ്പില്ലാതെ ഞങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതാണ് ഞങ്ങളുടെ ശക്തി സ്രോതസ്. അതിനെ വെല്ലുവാൻ നിങ്ങളെ ഖുറാഫാത്തുകൾ കൊണ്ട് സാധിക്കുകയില്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ജൂതക്രിസ്തീയ പണ്ഡിതന്മാർ സാധാരണക്കാരെ വഴിതെറ്റിക്കുവാൻ വേണ്ടി കീറ കിതാബുകൾ എഴുതിയുണ്ടാക്കി സമുദായ മധ്യത്തിൽ പ്രചരിപ്പിച്ചതുപോലെ നിങ്ങൾ ഈ എഴുതിയുണ്ടാക്കുന്ന കീറ കിതാബുകളിൽ വിശ്വസിക്കാൻ ഒരിക്കലും ഇനി പ്രബുദ്ധരായ മുസ്ലിം കേരളത്തെ കിട്ടുകയില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഇത്രയും ഭംഗിയാക്കാൻ സഹായിച്ച മുസ്ലിയാരുട്ടികൾക്ക് ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അറിവില്ല നമ്മളിൽ വന്നുകൂട്ട തെറ്റുകുറ്റങ്ങൾ അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم انصر من نصر الدين واخذل من خذل الإسلام والمسلمين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم صل على محمد وسلم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.